ഇതിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും മകനവും അറിയിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെ എല്ലാവരെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ജീവിതത്തിന്റെ അനുഭവങ്ങളെ പങ്കുവയ്ക്കേണ്ടതിന് കടന്നു വന്നിരിക്കുന്നത് സിസ്റ്റർ മിനി മോപ്പറ്റ് തിരുവനന്തപുരത്തു നിന്നാണ്. ആ പ്രിയ കർത്താവിന്റെ ദാസിയെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജോയ്സ് ടിവിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ദൈവദാസി സന്തോഷമായിരിക്കുന്നുവല്ലോ? സന്തോഷമായിരിക്കുന്നു. ദാസിയെ ദൈവം നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെ വലിയതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ ആ ഒരു അനുഭവത്തിലേക്ക് കടക്കുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പാ. പ്രിയ കർത്താവിന്റെ ദാസിയും അടിയനുമായ ദൈവസന്നിധിയിലായിരിക്കും കർത്താവേ. നമ്മുടെ വിലയേറിയ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ കർത്താവേ. അതിൽ അനുഗ്രഹിക്കപ്പെട്ടതായ ജീവിതത്തിന്റെ അനുഭവങ്ങളെ പങ്കുവയ്ക്കുവാനുള്ള എല്ലാ ദൈവകൃപയും കർത്താവിന്റെ ദാസിയുടെ മേൽ ദൈവം പകരുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്ന കേൾക്കുന്ന ജനത്തിന്റെ കാലൊഴിയ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരുവാനും കർത്താവിന്റെ വലിയ വലിയ പ്രവൃത്തിയെ മനസ്സിലാക്കുവാനും ദൈവനാമ മഹത്വമായി തീരുവാൻ സഹായിച്ചാട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ദേവദാസി കുടുംബമായിട്ടൊക്കെയാണല്ലോ തിരുവനന്തപുരത്ത് പ്രദേശത്തായിരിക്കുന്നത്. ശുശ്രൂഷയിലാണ്. കുഞ്ഞുങ്ങള് രണ്ടുപേര് കർത്താവിന്റെ ദാസൻ ശുശ്രൂഷയിലാണ്. പാസ്റ്റർ റോബർട്ട് മോഫറ്റ് എന്നാണ് പേര്. 2 കുഞ്ഞുങ്ങളാണ്. മോള് ഷാരോൺ മോഫറ്റും മകൻ ആരോൺ മോഫറ്റും. മോളുടെ വിവാഹം കഴിഞ്ഞു. ഇപ്പോൾ 8 മാസമായിട്ടുള്ള ഒരു കുഞ്ഞുമുണ്ട്. ദൈവം സന്തോഷമായിട്ട് നടത്തുന്നു. കർത്താവിന്റെ ദാസിയുടെ ജീവിതാനുഭവങ്ങൾ ഷെയർ ചെയ്യാവുന്നതാണ്. പ്രൈസ് ലോർഡ്. ഇപ്രകാരം ജോയ്സ് ടിവിയിലൂടെ കർത്താവിന്റെ ഒരു സാക്ഷിയായിരിക്കാൻ എന്റെ ജീവിതത്തിൽ ദൈവം തന്ന ഈ ഭാഗ്യ പദവി ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇതിനായിട്ട് അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസിയോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്റെ പേര് മിനി മോഫറ്റ്. ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത് ട്രിവാൻഡ്രത്താണ്. എൻ്റെ പിതാവിന്റെ ഭവനത്തില് അവര് ഹൈന്ദവരായിരുന്നു. എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ അവർക്ക് ഒരു കുടുംബക്ഷേത്രം ഉണ്ടായിരുന്നു. എൻ്റെ ഗ്രാൻഡ് ഫാദർ ആയിരുന്നു അതിന്റെ കാര്യാദികളൊക്കെ കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. എന്നാൽ എൻ്റെ അമ്മ ഒരു ക്രിസ്തീയ കുടുംബത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. CSI ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. എന്നാൽ അന്ന് കാലത്ത് വിവാഹത്തിന് വേണ്ടി മാത്രം CSI ചർച്ചിൽ ജോയിൻ ചെയ്യുകയും അങ്ങനെ ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. വിവാഹം നടത്തുക, എൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും വിവാഹം അങ്ങനെയാണ് നടന്നത്. എന്നാൽ അതിനുശേഷം എൻ്റെ അമ്മ എൻ്റെ പപ്പയുടെ ഭവനത്തിലെ കുടുംബ വീട്ടിലായിരുന്നു. അപ്പോൾ അവിടെ നടക്കുന്ന എല്ലാ അമ്പലത്തിലെ എല്ലാ കാര്യങ്ങളിലും ഒക്കെ പങ്കെടുക്കണമായിരുന്നു. എങ്കിൽ പോലും എൻ്റെ അമ്മ ഒരിക്കൽ പോലും അങ്ങനെ സത്യദൈവത്തെ വിട്ട് മറ്റ് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. മറ്റ് ഇൻലോസിനോടൊക്കെ യേശുവിനോട് പ്രാർത്ഥിക്കണമെന്നൊക്കെ അമ്മ പറയുമായിരുന്നു. പക്ഷെ അത്ര വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. എങ്കിലും ഒരു ക്രിസ്ത്യാനി ആയിട്ടായിരുന്നു അമ്മ അവിടെ ആയിരുന്നത്. എന്നാൽ ഞാൻ 12 വയസ്സുള്ളപ്പോൾ എൻ്റെ അമ്മയ്ക്ക് മെനഞ്ചൈറ്റിസ് എന്ന രോഗം പിടിപെട്ടു. അന്നത്ര ചികിത്സയൊന്നും ലഭിക്കാത്ത ഒരു സമയമായിരുന്നു. ആ സമയത്ത് എൻ്റെ അമ്മ മരണത്തോടടുക്കുന്ന നിമിഷം എൻ്റെ അമ്മയുടെ ഒരു കസിൻ ഇപ്രകാരം എൻ്റെ പപ്പയോട് പറഞ്ഞു, ഒരു പാസ്റ്ററെ വിളിച്ചുകൊണ്ടുവന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു. എൻ്റെ പപ്പ പറഞ്ഞു, വേണ്ട, ഞങ്ങൾ അമ്പലത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, പൂജയൊക്കെ ചെയ്യുന്നുണ്ട്, അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഡോക്ടേഴ്സ് 48 hours ആണ് എൻ്റെ അമ്മയ്ക്ക് അന്ന് കൊടുത്തിരുന്നത്. അത്രയേറെ മരണത്തിന്റെ കാര്യത്തിലായിരുന്നു, വളരെ മരണാവസ്ഥയിലായിരുന്നു. ആ സമയത്ത് 3-ാമത്തെ ദിവസം എൻ്റെ പിതാവ് എങ്ങനെയോ ഈ ആന്റിയോട് പറഞ്ഞു, വിളിച്ചുകൊണ്ട് വന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു പാസ്റ്ററെ. ആ സമയത്ത് ഞാനും ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഞാൻ 12 വയസ്സേ ഉള്ളൂ. ആ സമയത്ത് ആ പാസ്റ്ററോട് കൂടെ ഞങ്ങളെയും
ഡയാലിസിസ് യൂണിറ്റ് കയറ്റുവാൻ ഇടയായി തീർന്നു. അമ്മയ്ക്ക് ഓർമ്മയോ ഒന്നുമില്ല, മരണത്തിന്റെ അവസ്ഥയിലായിരുന്നു. എന്നാൽ ആ പാസ്റ്റർ കർത്താവിന്റെ നാമത്തിൽ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞവിടെ എൻ്റെ അമ്മയ്ക്ക് ഓർമ്മ ലഭിക്കാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ കുഞ്ഞു പ്രായത്തിൽ ഞാനതൊരു അത്ഭുതമായിട്ട് അപ്പോൾ കാണുകയാണ്. കാരണം ഡോക്ടേഴ്സ് എല്ലാം വിധി എഴുതിയിരിക്കുന്ന സമയമാണ്. പക്ഷെ എൻ്റെ അമ്മയ്ക്ക് ഇരിക്കണമെന്ന് ഇങ്ങനെ കൈ കാണിക്കുകയും അമ്മയെ പിടിച്ചിരുത്തുകയും ചെയ്തു. ആ സമയത്ത് അമ്മ പറഞ്ഞത്, ഞാൻ ഈ യേശുവിനെ തന്നെ ഞങ്ങൾ കുടുംബമായിട്ട് സേവിക്കുമെന്ന് എൻ്റെ അമ്മ പറയുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അമ്മ അന്ന് മുതൽ യേശുവോട് ഒത്തിരി അങ്ങ് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. മെനഞ്ചൈറ്റിസ് വന്നതുകൊണ്ട് എന്തെങ്കിലും ഡിഫക്റ്റ് വരാമെന്ന് ഡോക്ടേഴ്സ് പറയുകയുണ്ടായി. എൻ്റെ അമ്മ ഒരു ഗവൺമെന്റ് സ്കൂളിലെ ടീച്ചറായിരുന്നു. എൻ്റെ പിതാവ് യൂണിയൻ ബാങ്കില് മാനേജർ ആയിരുന്നു. എന്നാൽ ആ സമയത്ത് എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ കേൾവി നഷ്ടപ്പെടുവാൻ ഇടയായി തീർന്നു. ഒരു അധ്യാപികയ്ക്ക് കേൾവി നഷ്ടപ്പെട്ടാൽ വളരെ ബുദ്ധിമുട്ടാണല്ലോ. പക്ഷെ എൻ്റെ അമ്മയുടെ ജീവിതത്തില് ആ കേൾവി നഷ്ടപ്പെട്ടത്, ഒരു ചെവിക്കാണ് കേൾവി പൂർണ്ണമായി നഷ്ടപ്പെട്ടതെങ്കിലും അമ്മ ഒത്തിരി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ആ കേൾവിക്ക് വേണ്ടി അമ്മ യേശുവോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അങ്ങനെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ ഭവനത്തില് ചില പ്രാർത്ഥനകൾ വെക്കുവാൻ ഇടയായി തീർന്നു. അത് ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് തീർന്നു. കാരണം എൻ്റെ പപ്പയ്ക്ക് അതൊരു അത്ഭുതമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എങ്കിലും അമ്പലത്തിലെ കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് പോകേണ്ടതുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു ഞങ്ങളായിരുന്നത്. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ പപ്പയുടെ പിതാവ്, അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പിതാവ് മരണപ്പെട്ടു. അതിനുശേഷം എൻ്റെ ആ പപ്പയുടെ സഹോദരനായിരുന്നു കുടുംബക്ഷേത്രത്തിലെ കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത്. അപ്പൊ ഞങ്ങൾക്ക് കുറച്ചുകൂടെ ഫ്രീ കിട്ടി. ഞങ്ങൾ അടുത്തുള്ള CSI ചർച്ചിലാണ് അവിടെ കടന്നു പോകാൻ ഇടയായി തീർന്നത്. ഞങ്ങള് അമ്മയുടെ ഫാമിലിയൊക്കെ ഒത്തിരി പേര് CSIയിലായിരുന്നുകൊണ്ട് അങ്ങനെയായിരുന്നു കടന്നു പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ചില നാളുകളൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് 3 മൂത്ത സഹോദരങ്ങളാണുള്ളത്. എന്നാൽ അത് കഴിഞ്ഞിട്ട് ഈ ദൈവത്തെ അങ്ങ് പതിയെ മറക്കുന്ന ഒരു അനുഭവം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായി. വലിയ അത്ഭുതമൊക്കെ കണ്ടതാണ്, ശരിയാണ്. പക്ഷേ അത്രത്തോളം ആ വിശ്വാസത്തിൽ വളരുവാൻ തക്കവണ്ണം ഇടയായില്ല. ദൈവത്തിന് സ്തോത്രം. എങ്കിലും ദൈവം ഞങ്ങളെ കൈവിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവമാണ് നമ്മളെ നടത്തുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് എങ്ങനെ പിടിക്കണമെന്നൊക്കെ ദൈവത്തിന് അറിയാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വീണ്ടും ഞങ്ങളെ പല വിധത്തിൽ പല ശോധനകളിലൂടെയൊക്കെ ഞങ്ങൾ കടന്നുപോയെങ്കിൽ കർത്താവ് ഞങ്ങളെ കൈവിട്ടില്ല. ഞങ്ങളുടെ കുടുംബത്തിൽ അത്ഭുതങ്ങൾ ദൈവം ചെയ്യുവാൻ ഇടയായി തീർന്നു. അമ്മ പ്രാർത്ഥനയിൽ കൂടുതൽ ദൈവത്തോട് അടുക്കുവാൻ ഇടയായി തീർന്നു. സമയങ്ങളിൽ ഞാൻ 10th ഒക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ അടുത്തുള്ള ഒരു പെന്തക്കോസ്ത് ചർച്ചിൽ കടന്നു പോകാൻ ഇടയായി തീർന്നു. അപ്പൊ അവിടെ നിന്ന് വന്ന് ഇടയ്ക്ക് പ്രാർത്ഥനയൊക്കെ നടത്തുമായിരുന്നു. എൻ്റെ പിതാവ് അങ്ങനെ പ്രയറിനൊന്നും ഇരിക്കത്തില്ലെങ്കിലും വലിയ എതിർപ്പൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ മുന്നോട്ട് കടന്നു പോവുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ 19ാമത്തെ വയസ്സില് അന്ന് ട്രിവാൻഡ്രത്ത് ബ്രദർ DGS ദിനകരന്റെ ഒരു വലിയ ക്രൂസൈഡ് നടക്കുവാൻ ഇടയായി തീർന്നു. ആ സമയത്ത് ഞങ്ങൾ കടന്നു പോകാൻ ഇടയായി തീർന്നു. ആ സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ തൊടുവാൻ ഇടയായി തീർന്നു. ഞാൻ പൂർണ്ണമായി എൻ്റെ കർത്താവിന് വേണ്ടി എൻ്റെ ഹൃദയത്തെ കൊടുക്കുവാൻ ഇടയായി തീർന്നു. പൂർണ്ണമായ ഒരു സമർപ്പണം എൻ്റെ ജീവിതത്തിൽ അന്ന് ആ സമയത്താണ് ഞാൻ ദൈവസന്നിധിയിലെ ഏൽപ്പിച്ചു കൊടുത്തത്. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഞങ്ങള് ഇങ്ങനെ പ്രാർത്ഥനയ്ക്കൊക്കെ കടന്നു പോകാൻ ഇടയായി തീർന്നെങ്കിലും CSI ചർച്ചിൽ തന്നെ പോകണമെന്ന് എന്നെ നിർബന്ധിക്കുമായിരുന്നു. പെന്തക്കോസ്തിലോട്ട് പോകണ്ട. അമ്മ ഇടയ്ക്കൊക്കെ പെന്തക്കോസ്തിൽ പോകുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ തൊടുവാൻ ഇടയായി തീർന്നു. വചനം വായിക്കുവാനും എനിക്ക് എത്ര ചർച്ചിൽ പോയാലും എൻ്റെ ദാഹം തീരുന്നില്ല. എനിക്ക് ഇതൊന്നും ശരിയല്ല എന്ന് തോന്നുന്ന ഒരു അനുഭവം ഉണ്ടായി. എനിക്ക് കൂടുതൽ പ്രാർത്ഥിക്കണം, എനിക്ക് വചനം വായിക്കണം, അങ്ങനെ കർത്താവിനോട് അടുക്കുവാൻ ഇടയായി തീർന്നു. അപ്പോഴത്തേക്ക് പരിശുദ്ധാത്മാവ് എനിക്ക് ചില കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തി തരുവാൻ ഇടയായി തീർന്നു. പ്രവചനാത്മാവിൽ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെടുവാൻ ഇടയായി. അങ്ങനെ ഒരു ദിവസം ഞാൻ ഭവനത്തിലായിരിക്കുമ്പോൾ എൻ്റെ വീട്ടിനടുത്തായിട്ട് ഒരു അമ്പലത്തിൽ പാടുവാൻ എല്ലാം പോകുന്ന ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്തിലോട്ട് ചെന്ന് യേശുവിനെ കുറിച്ച് പറയുവാൻ എൻ്റെ മൂത്ത ചേച്ചിമാരാണ് അവരൊക്കെ. അപ്പൊ അവരോട് ചെന്ന് യേശുവിനെ കുറിച്ച് പറയുവാൻ ഒരു പ്രത്യേക നിയോഗം എനിക്ക് ലഭിച്ചു. ഞാൻ അങ്ങനെ പോയി പറഞ്ഞു. ആ അമ്മയും 2 മക്കളും അടുത്തുള്ള പെന്തക്കോസ്ത് ചർച്ചിലേക്ക് ചില മാസങ്ങൾക്കുള്ളിൽ തന്നെ കടന്നു പോകുവാൻ തുടങ്ങി. അതൊരു വലിയ വിടുതൽ അവരുടെ ജീവിതത്തിൽ നടക്കുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം.
ഈ സമയത്ത് ഞാൻ കൂടുതൽ യേശു കർത്താവിനോട് അടുക്കുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഞാനപ്പോൾ MSc പഠിക്കുകയായിരുന്നു. ആ സമയത്ത് ഞാൻ ഇപ്രകാരം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കുവാനിടയായി തീർന്നു. കർത്താവെ, എനിക്ക് യേശുവിന്റെ വേല ചെയ്യണം, അങ്ങനെ എന്നെ ദൈവസന്നിധിയിൽ ഞാൻ സമർപ്പിക്കുവാനിടയായി തീർന്നു. ആ സമയത്ത് ദൈവത്തിന് സ്തോത്രം, ചില പ്രതികൂലങ്ങളൊക്കെ ഭവനത്തിൽ നിന്ന് ഉണ്ടാകുവാനിടയായി. കാരണം എല്ലാവർക്കും അറിയാം, ആ സമയത്ത് വിവാഹത്തിനുള്ള ആലോചനയൊക്കെ വരുന്ന സമയമാണ്. അപ്പോ ഞാൻ ഇങ്ങനെ ആകുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. എങ്കിലും ദൈവത്തിന് സ്തോത്രം, വളരെ പ്രതികൂലത്തിന്റെ നടുവിലാണെങ്കിലും എനിക്ക് സ്നാനപ്പെടണമെന്ന് വളരെ ആഗ്രഹമുണ്ടായി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, എൻ്റെ അമ്മയ്ക്ക് ബ്ലീഡിങ് പ്രോബ്ലം ഉണ്ടായി. ഡോക്ടേഴ്സ് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ വീട്ടിലേക്ക് വിടുവാനിടയായി തീർന്നു. ഓപ്പറേഷന് പോയതാണ്, പക്ഷെ അത് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനത്തെ അവസ്ഥ എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വന്നു. അപ്പോൾ എൻ്റെ അമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട്, ആ ഒരു ദിവസം 3 മണിയായപ്പോൾ അമ്മ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ പപ്പയോട് ചോദിക്കുകയാണ്, ഞാൻ സ്നാനപ്പെടട്ടോ എന്ന് ചോദിച്ചു. അപ്പോ പപ്പ പറഞ്ഞു, സ്നാനപ്പെടുന്നെങ്കിൽ സ്നാനപ്പെടുവാൻ പറഞ്ഞു. ആ നിമിഷം തന്നെ എൻ്റെ അമ്മ കൈവച്ച്, കർത്താവേ, ഞാൻ സ്നാനപ്പെടാം, എൻ്റെ ഭർത്താവ് സമ്മതിച്ചിരിക്കുന്നു, ഞാൻ സ്നാനപ്പെടാമെന്ന് പറഞ്ഞ നിമിഷം തന്നെ അമ്മയുടെ ബ്ലീഡിങ് പ്രോബ്ലം പരിപൂർണമായിട്ട് ദൈവം സൗഖ്യമാക്കുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഞങ്ങൾ ദൈവത്തോട് കൂടുതൽ അടുക്കുവാനിടയായി. എൻ്റെ ദൈവത്തിന് സ്തോത്രം, ആദ്യമായിട്ട് സ്നാനപ്പെട്ടത് ഞാനാണ്. എൻ്റെ പപ്പയോട് ചോദിച്ചിട്ട് തന്നെയാണ് ഞാൻ പോയി സ്നാനപ്പെട്ടത്. അതിനുശേഷമാണ് അമ്മ സ്നാനപ്പെടുന്നത്. പക്ഷെ അന്നൊന്നും ഒരു പെന്തക്കോസ്ത് അനുഭവത്തിൽ വരാനോ ഓർണമെന്റ്സ് മാറ്റുവാനോ ഒക്കെ ഭയങ്കരമായിട്ടുള്ള പ്രതികൂലമായോണ്ട് ആദ്യം ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. എങ്കിലും ദൈവത്തിന്റെ ആത്മാവ്, ഹല്ലേലൂയ, പൂർണ്ണമായിട്ട് ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്ര. അങ്ങനെ ഹല്ലേലൂയ, സ്തോത്ര, ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ഹൈന്ദവ കുടുംബം രക്ഷിക്കപ്പെട്ട് പെന്തക്കോസ്ത് സഭയിൽ പോകുമ്പോൾ ഞാൻ എൻ്റെ ജനലിൽ കൂടെ നോക്കും, കർത്താവെ ബൈബിളുമായിട്ട് ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു പോകുന്നു. എനിക്ക് ഇങ്ങനെ ദൈവത്തെ ആത്മാവിലെ സത്യത്തിൽ ആരാധിക്കുവാൻ കടന്നു പോകാൻ പറ്റുന്നില്ലല്ലോ എന്ന് വളരെ ഞാൻ ഭാരപ്പെട്ട് ജനലിൽ കൂടെ നോക്കി നിൽക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ആ കുടുംബത്തിലെ ചേച്ചിയെ ഒരു പാസ്റ്റർ വിവാഹം കഴിക്കുവാനും ട്രിവാൻഡ്രം സിറ്റിയിൽ അവരൊരു ചർച്ചില് ആരാധനയൊക്കെ തുടങ്ങുവാൻ ഇടയായി തീർന്നു. ആ സമയത്ത് ഞാൻ പഠിക്കുന്നതിന്റെ അടുത്തായതുകൊണ്ട് ഞാൻ ഒളിച്ചും പാത്തും അങ്ങനെ ഹല്ലേലൂയ പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് അവിടെ കടന്നു പോകുവാൻ ഇടയായി തീർന്നു. പിന്നെ അമ്മയുടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു, അവരുടെ സഭയിൽ ഞാൻ കടന്നു പോകുമായിരുന്നു. പക്ഷെ ഇതൊന്നും പപ്പയ്ക്ക് ഇഷ്ടപ്പെടുകയില്ല എന്ന് വെച്ച് അധികം അവരൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു. എങ്കിലും ഒളിച്ചും പാത്തുമൊക്കെ ഞാൻ ഇങ്ങനെ പോകുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ആ സമയങ്ങളിൽ പരിശുദ്ധാത്മാവ് എന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ പൂർണ്ണമായി കർത്താവിന്റെ വേലയ്ക്ക് സമർപ്പിച്ചു. എൻ്റെ പിതാവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. വലിയ എതിർപ്പൊന്നുമില്ല, എങ്കിലും ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എങ്കിലും ഹല്ലേലൂയ. അങ്ങനെ ആയിരിക്കുമ്പോൾ എൻ്റെ പപ്പ ഒരു ബാങ്ക് മാനേജർ ആയതുകൊണ്ട് ആ രീതിക്ക് ഒരു വിവാഹം നടത്തണം എന്നുള്ള ആ ഒരു അവസ്ഥയൊക്കെ വന്നപ്പോ ഞാൻ, കർത്താവെ, എനിക്ക് എൻ്റെ കർത്താവിന്റെ വേല ചെയ്യണം, അതിനുവേണ്ടി ഒരു വ്യക്തി ജീവിതത്തെ ദൈവം ഒരുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്കൊരു ദർശനം കാണിച്ചു തരുവാനിടയായി തീർന്നു. ആ ദർശനത്തിന് ഞാൻ ഇങ്ങനെ ഒരു വ്യക്തിയെ കാണുകയാണ് എന്ന് ക്ലിയർ ആയിട്ട് ആ വ്യക്തിയെ കാണുവാൻ ഇടയായി തീർന്നു. എന്നിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഈ വ്യക്തിയുമായിട്ട് നിന്റെ വിവാഹം 93 ജൂൺ മാസം നടക്കും എന്ന് പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ ശബ്ദം ഞാൻ അപ്പോൾ കേൾക്കുവാനിടയായി തീർന്നു. ഇങ്ങനെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നപ്പോ ഞാൻ ആ വ്യക്തിയെ വ്യക്തമായി കണ്ടു. 1993 ജൂണിൽ വിവാഹം നടക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. ഞാൻ ഇത് ഉടനെ തന്നെ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മ, ഇങ്ങനെ ദൈവം എനിക്കൊരു വ്യക്തിയെ കാണിച്ചു തന്നു, ഇങ്ങനെ ഇരിക്കും, ഞാനെല്ലാം എനിക്ക് ഓർമ്മയിലുള്ളതെല്ലാം ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുത്തു, മുഖം ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ എല്ലാം പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, അമ്മ, എൻ്റെ വിവാഹം 93 ജൂണിൽ നടക്കും. അമ്മ പറഞ്ഞു, മക്കളെ, നമ്മൾ ഈ സമയത്ത് ഇത് ഭവനത്തിൽ പറഞ്ഞാൽ ആകെ പ്രശ്നമാകും. കാരണം എൻ്റെ ആ സമയത്ത് വിവാഹം അടുക്കുന്ന അല്ലെങ്കിൽ ആ പ്രായത്തില് എൻ്റെ പപ്പയുടെ ആൾക്കാര് ചിലരൊക്കെ ഭവനത്തിൽ വന്നിട്ട് ഈ വിവാഹം നമുക്ക് ഹൈന്ദവപരമായിട്ട് നടത്തണമെന്നൊക്കെ പറയുകയുണ്ടായി. അപ്പൊ എൻ്റെ പപ്പയിൽ ദൈവം തന്നെയാണ് പ്രവർത്തിച്ചതെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പപ്പ പറഞ്ഞു, അത് ഇവളുടെ ജീവിതത്തിൽ നടക്കുമെന്ന് തോന്നുന്നില്ല, അവൾ അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നു
പ്രാർത്ഥിക്കുന്നവളാണ്, അത് നടക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുവാൻ ഇടയായി തീർന്നു. എങ്കിലും എനിക്കറിയാം എന്തും സംഭവിക്കാം. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്തായിരുന്നാലും ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അപ്പൊ അമ്മ പറഞ്ഞു, ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു പെന്തക്കോസ്തുപരമായിട്ട് നിന്റെ വിവാഹം നടത്തുവാനും ഇങ്ങനെ സുവിശേഷ വേല ചെയ്യുവാനും എന്നുള്ള കാര്യമൊക്കെ ഭവനത്തിൽ അറിഞ്ഞാൽ വളരെ പ്രശ്നമാകും, എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല, നമ്മളെ വീട്ടിൽ നിന്ന് പുറത്താക്കും, അങ്ങനെയുള്ള അവസ്ഥ അന്നത്തെ കാലത്ത്. അപ്പൊ അതുകൊണ്ട് അമ്മ പറഞ്ഞു, ഞാൻ ഒരു കാര്യം ചെയ്യാം. അമ്മ ഒരു പേപ്പർ എടുത്തു. എന്റെ അമ്മയുടെ വിശ്വാസത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അമ്മമാരുടെ പ്രാർത്ഥന വളരെ ശക്തിയേറിയതാണ്. ദൈവത്തിന് സ്തോത്ര. എന്റെ അമ്മ പറഞ്ഞു, നമുക്കിപ്പോഴിത് പറയണ്ട, ഇവിടെ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അമ്മ ഒരു പേപ്പർ എടുത്ത് വിശ്വാസത്തോടെ ഇങ്ങനെ എഴുതുവാൻ തുടങ്ങി. എന്റെ മകൾ മിനിയുടെ വിവാഹ അപേക്ഷ എന്ന് പറഞ്ഞ് ഹെഡിങ് കൊടുത്തിട്ട് അമ്മ ഇങ്ങനെ എഴുതുവാൻ ഇടയായി തീർന്നു. എന്റെ മകൾക്ക് ദൈവം കാണിച്ചു തന്ന ദർശന പ്രകാരം 93 ജൂൺ മാസം തന്നെ അവളുടെ വിവാഹം ദൈവം കാണിച്ചു തന്ന വ്യക്തിയുമായി നടക്കണം. എന്നിട്ട് അമ്മ ഇങ്ങനെ എഴുതുവാൻ ഇടയാത്തുന്നു. കാരണം ഒരു ഹൈന്ദവ പശ്ചാത്തലം കൂടി ഉള്ളത് കൊണ്ട് അമ്മയ്ക്ക് അറിയാം അതിന്റെ ബുദ്ധിമുട്ട്. അതുകൊണ്ട് അമ്മ വിശ്വാസത്തോടെ ഇങ്ങനെ എഴുതി. ആ ഭവനത്തിലെ എല്ലാവരും സുവിശേഷ വേലയിലായിരിക്കണം എന്ന് അമ്മ എഴുതുവാൻ ഇടയായി തീർന്നു. അങ്ങനെ വിശ്വാസത്തോടെ എഴുതി വെച്ചിട്ട് കുറെ കാര്യങ്ങൾ എഴുതി. അമ്മ എഴുതി എല്ലാ കാര്യവും ഞാൻ പറയുന്നില്ല, എങ്കിലും വിശ്വാസത്തോടെ എന്റെ അമ്മ എഴുതി. ആ അവസ്ഥയിൽ ഞങ്ങൾക്ക് പുറത്തു പോലും പറയാൻ പറ്റാത്ത ആ ഒരു പ്രതികൂലമായിട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. ആ അവസ്ഥയിൽ എന്റെ അമ്മ എഴുതി, എന്റെ മകളെ കുടുംബമായിട്ട് വിദേശ രാജ്യങ്ങളിൽ അയച്ച് കർത്താവിന്റെ വേല ചെയ്യുവാൻ സഹായിക്കണം. ഇങ്ങനെ വിശ്വാസത്തോടെ എന്റെ അമ്മ പല കാര്യങ്ങളും അതിൽ എഴുതിയിട്ട് ദൈവത്തിന് സ്തോത്രം. രാത്രി ഒരു 12 മണി 11:30 12 മണി അടുപ്പിക്കുമ്പോൾ എന്റെ മുറിയിലേക്ക് അമ്മ കടന്നു വരും. എന്നിട്ട് എല്ലാവരും ഉറങ്ങിയതിന് ശേഷം എന്നിട്ട് അമ്മ ഈ പേപ്പർ എടുത്ത് അതിൽ കൈ വെച്ച് അമ്മ ശക്തമായിട്ട് പ്രാർത്ഥിക്കും. ഈ പേപ്പറിൽ കൈവച്ച് അമ്മ കരഞ്ഞ് പ്രാർത്ഥിക്കും. അമ്മയുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീരൊഴുകുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കും. ദൈവമേ ഹല്ലേലൂയ, ഞങ്ങൾക്ക് കർത്താവ് ചെയ്തു തന്നേ പറ്റത്തുള്ളൂ എന്നിങ്ങനെ പറയുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ഈ പേപ്പർ എടുക്കുവാൻ കഴിയത്തില്ല, അത്രമേൽ അത് കണ്ണുനീരിൽ കുതിർന്നു പോയി. എന്റെ അമ്മ വീണ്ടും പേപ്പറിൽ വിശ്വാസത്തോടെ എഴുതി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. ദൈവം നിശ്ചയമായിട്ട് തരുമെന്ന്. അപ്പോൾ ഞാൻ ഈ ഒളിച്ചൊക്കെ പോകുമല്ലോ, അറിയാം, അമ്മയ്ക്ക് അറിയാം ഇന്നടുത്താണ് പ്രാർത്ഥനയ്ക്ക് പോകുന്നത് എന്നെങ്കിലും പപ്പയോട് പറയാൻ ഒരു പേടിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവത്തിന് സ്തോത്രം വലിയ എതിർപ്പില്ല എന്ന് അറിയാമെങ്കിലും ദൈവത്തിന് സ്തോത്രം ആ സമയത്ത് ഞാൻ ഏത് മീറ്റിംഗിൽ ചെന്നിരുന്നാലും അവിടെ പരിശുദ്ധാത്മാവ് ദൈവദാസന്മാരിലൂടെ ഇടപെടും. അതെനിക്ക് അത്ഭുതകരമായി തോന്നി. മകളെ നിന്റെ വിവാഹം 6 മാസത്തിനകം കാണും, മകളെ നിന്റെ വിവാഹം ജൂൺ മാസം കാണും. ഇങ്ങനെ പലപ്പോഴും പരിശുദ്ധാത്മാവ് അനേക ദൈവദാസന്മാരിൽ കൂടെ എന്നോട് ഇടപെട്ടു. അതുപോലെ ഞാൻ എന്നെ അറിയാത്തവരാണ് മീറ്റിങ്ങുകളിലൊക്കെ ചെന്ന് ഞാൻ ഏറ്റവും പുറകിലൊക്കെ ഒളിച്ചിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ദൈവത്തിന് സ്തോത്രം അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് ദൈവദാസന്മാരിലൂടെ ആലോചന തന്നിട്ടുണ്ട്. കടലിനക്കരെ കടന്നുപോയി ശുശ്രൂഷ ചെയ്യേണ്ടവളാണെന്ന്. അപ്പോൾ ഞാൻ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. കർത്താവേ, ഞാൻ ഈ ജനലിൽ കൂടെ നോക്കി ദൈവത്തെ ആത്മാവിലെ സത്യത്തിലും ആരാധിക്കുവാൻ കടന്നു പോകുന്നവരെ നോക്കി ഞാൻ ഭാരപ്പെട്ടിരിക്കുന്ന ഞാൻ എങ്ങനെയാണ് കർത്താവേ ഇതൊക്കെ നടക്കാൻ പോകുന്നത് ദൈവമേ എന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തോട് ഒത്തിരി ദൈവസന്നിധിയിൽ കരയുവാനിടയായി. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചനങ്ങളെ തന്ന് ബലപ്പെടുത്തുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ അമ്മ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയാണ്. അവസാനം 4ാമത്തെ പേപ്പറിലും അമ്മ ഇതുപോലെ മാറ്റി എഴുതി. അമ്മ അങ്ങനെ വിശ്വാസത്തോടെ കണ്ണുനീരോടെ ഞങ്ങൾ രാത്രി പ്രാർത്ഥിക്കുകയാണ്. ആ സമയങ്ങളെ എന്റെ മൂന്ന് മൂത്ത സഹോദരങ്ങളുണ്ട്. അവരെല്ലാം ക്രിസ്ത്യാനികളെയാണ് വിവാഹം കഴിച്ചത്. എങ്കിലും ഒരു ആത്മീയ അനുഭവം ഇല്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ എന്റെ അമ്മ അശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എനിക്കൊരു ഉറപ്പായിരുന്നു, എന്റെ ദൈവം എനിക്ക് വേണ്ടി കരുതുമെന്ന്. പലവിധമായിട്ടുള്ള നിന്ദകൾ കടന്നു വരുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ, എന്റെ സഹോദരങ്ങളൊക്കെ ചിലരെ അറിയാൻ ഇടയായി തീർന്നു. ഇങ്ങനെ അമ്മ പ്രാർത്ഥിക്കുകയാണ്. ഇവർ പ്രാർത്ഥിക്കുകയാണ് ജൂൺ മാസത്തിൽ വിവാഹം നടക്കുവാനെന്ന്. മെയ് മാസത്തില് ഞങ്ങളുടെ ഭവനത്തിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. എന്റെ മൂത്ത സഹോദരന്റെ ഒരു അവർക്ക് പൈതല് ലഭിച്ച് അവര് ഭവനത്തിൽ
ആദ്യമായിട്ട് കൊണ്ടുവന്ന് അങ്ങനെ ഒരു പ്രയർ ഒക്കെ നടക്കുന്ന സമയത്ത് അതിനുശേഷം എന്നെ എല്ലാവരും കൂടെ ഇങ്ങനെ സംസാരിക്കുവാൻ ഇടയായി തീർന്നു. നീ എന്താണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് എന്ന്. ഹല്ലേലൂയ, സ്തോത്രം. ഞാന് നിന്റെ വിവാഹം ഇങ്ങനെ ജൂൺ മാസം കാണുമെന്നൊക്കെ പറയുന്നു. ഇനി ഒരു മാസമേ ഉള്ളൂ, എങ്ങനെയാ ഈ വിവാഹം നടക്കാൻ പോകുന്നത്? എല്ലാവർക്കും സംശയമാണ്. കാരണം അങ്ങനെ ഒരു അത്ഭുതം നടക്കാൻ എന്ന് പറയുന്നത് ഒരു മാസം കൊണ്ടൊക്കെ അന്നത്തെ കാലത്ത് വിവാഹം നടക്കണമെന്ന് പറയുന്നത് ബുദ്ധിമുട്ട് തന്നെയാണ്. എന്നാൽ ദൈവത്തിന് സ്തോത്രം, പരിശുദ്ധാത്മാവ് എന്നെ ബലപ്പെടുത്തുവാനിടയായി. ഞാൻ പറഞ്ഞു, ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം അത് നിശ്ചയമായിട്ട് ചെയ്യും. ദൈവത്തിന് സ്തോത്ര. അങ്ങനെ ഞാൻ വിശ്വാസത്തോടെ അവരുടെ മുമ്പില് നിൽക്കുവാൻ ഇടയായി തീർന്നു. എങ്കിലും ഹൃദയത്തെ കുത്തിത്തുളയ്ക്കുന്ന അനവധി നിന്നാപാത്രമാകേണ്ട വിഷയങ്ങളൊക്കെ ഉണ്ടായി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ കർത്താവിന് വേണ്ടി കർത്താവിന്റെ വേല ചെയ്യണമാണ് എന്റെ ആഗ്രഹം എന്നൊക്കെ ദൈവത്തിന് സ്തോത്രം വേറൊരു അവസരത്തിൽ പറഞ്ഞപ്പോൾ വളരെ നിന്നാപാത്രം ആകുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായി. ദൈവത്തിന് സ്തോത്രം. വേണ്ടപ്പെട്ടവരിൽ നിന്ന് തന്നെ ഹല്ലേലൂയ തെണ്ടി നടക്കേണ്ട അവസ്ഥയൊക്കെ വരുമെന്നും ഒക്കെ ഉള്ള വാക്കുകൾ കേട്ടപ്പോൾ അവര് സ്നേഹത്തോടെയാണ് പറയുന്നത്. കാരണം അന്നത്തെ കാലത്ത് കർത്താവിന് വേണ്ടി വേലയ്ക്ക് വേണ്ടി ഇറങ്ങി നീ എങ്ങനെ ജീവിക്കും, ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻ ആയിരുന്നത്. ദൈവത്തിന് സ്തോത്രം. എങ്കിലും ഹല്ലേലൂയ ദൈവം അതിൽ നിന്നെല്ലാം എന്നെ വിടുവിച്ച് ആ സമയത്ത് എനിക്ക് ദൈവം ഒരു വാക്യം തന്നു. ഹല്ലേലൂയ സ്തോത്ര. എന്റെ ദൈവമോ എന്റെ ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തിന്റെ ധനത്തിന് ഒത്തവണ്ണം ക്രിസ്തുയേശുവിൽ തീർത്തു തരും. അതുകൊണ്ട് നിങ്ങൾ എന്നെ കുറിച്ച് ഭാരപ്പെടണ്ട. ചില വർഷങ്ങൾ കഴിഞ്ഞ് എന്റെ ജീവിതത്തിലേക്ക് നോക്കുക, എന്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും. ഞാൻ യേശുവിനെയാണ് പിടിച്ചിരിക്കുന്നത്. യേശു കർത്താവ് എന്നെ കൈവിടില്ല എന്ന് ഞാൻ പറയുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഈ മെയ് 1-ാം തീയതിയുള്ള ഫംഗ്ഷനില് ഇങ്ങനെ ഒരു ഭാരം ഉണ്ടായപ്പോ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു. അവരെല്ലാം പിരിഞ്ഞു പോയപ്പോ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവെ ഇനി ഇങ്ങനെ ഇരിക്കാൻ കഴിയത്തില്ല. ദൈവം ഒരു അത്ഭുതം പ്രവർത്തിച്ചേ പറ്റത്തുള്ളൂ. ദൈവപ്രവൃത്തി വെളിപ്പെട്ടേ മതിയാവൂ. ഞാൻ ഇങ്ങനെ കർത്താവ് പറഞ്ഞു എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ പരസ്യമായി അധികം പറഞ്ഞിട്ടില്ല, എങ്കിലും വീട്ടുകാർ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. എങ്കിലും അത് ദൈവം ഞങ്ങളുടെ മറ്റു കുടുംബക്കാരൊക്കെ അറിയുമ്പോ ഇങ്ങനെ ഒരു സത്യ ദൈവം ഉണ്ടോ എന്ന് അവര് ചോദിക്കുമല്ലോ. ഇങ്ങനെ ഒരു ഫാൾസ് പ്രോഫസി ആണല്ലോ കിട്ടിയെന്ന് പറയുവാൻ ഇടവരരുത്. കർത്താവെ ദൈവപ്രവൃത്തി അതിൽ വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിച്ചു. ദൈവത്തിന് സ്തോത്ര. അപ്പൊ എന്റെ അമ്മയുടെ പ്രാർത്ഥിക്കുന്ന ചില ടീച്ചേഴ്സ് ഉണ്ട്, അമ്മയുടെ കൂട്ടുകാര്. അവർക്കറിയാം അമ്മ ഇങ്ങനെ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നത് അറിയാം. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ഒരു അത്ഭുതം ദൈവം അന്ന് ചെയ്യുവാൻ ഇടയായി തീർന്നു. അന്നേ ദിവസം തന്നെ ഒരു 3 മണി കഴിഞ്ഞ സമയത്ത്, അതിനു മുമ്പേ ഒരു കാര്യം പറയട്ടെ. ഒരു ദൈവദാസൻ വന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയുവാൻ ഇടയായി തീർന്നു, എനിക്ക് വിവാഹാലോചന വരുന്നത് ആ കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തിയെ ഈ ഭവനത്തിലേക്ക് അയക്കുമെന്ന് പറയുവാൻ ഇടയായി തീർന്നു. അത് ഞങ്ങൾ അടയാളമായിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. ദൈവത്തിന് സ്തോത്ര. അന്നേ ദിവസം 3 മണി കഴിഞ്ഞ സമയത്ത് ഞങ്ങളുടെ ഭവനത്തിലേക്ക് ഒരു വ്യക്തി വരുവാൻ ഇടയായി തീർന്നു. ആക്ച്വലി എന്റെ അമ്മയുടെ കൂട്ടുകാരിയുടെ മകളുടെ എൻഗേജ്മെന്റിന് വന്നതാണ്. അവിടെ വെച്ച് ഇങ്ങനെ ഈ വ്യക്തി ചോദിച്ചു, ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഒരു പെന്തക്കോസ്ത് കുട്ടിയുണ്ടോ? എന്റെ സഹോദരിയുടെ മകനാണെന്ന് പറയുവാൻ ഇടയായി തീർന്നു. അപ്പോൾ എന്റെ അമ്മയുടെ ഫ്രണ്ടാണ് പറഞ്ഞത്, അതെ എന്റെ അമ്മയുടെ പേര് ജ്യോതി എന്നാണ്. ജ്യോതി ടീച്ചർ തന്റെ മകളുടെ വിവാഹം നടക്കുവാനായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഭവനത്തിലെ അഡ്രസ്സൊക്കെ കൊടുത്ത് അവര് വിടുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണ് ഈ അങ്കിള് അവിടെ കടന്നു വരുവാൻ ഇടയായി തീർന്നത്. ദൈവത്തിന് സ്തോത്ര. അദ്ദേഹം കടന്നു വന്നതിന് ശേഷം എന്റെ പപ്പയോട് സംസാരിക്കുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്ര. അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ആ കുടുംബവുമായിട്ട് നാളെ കടന്നു വരാമെന്ന് പറയുവാൻ ഇടയായി തീർന്നു. എന്റെ പിതാവ്, ഞാനിങ്ങനെ ഇത് കേൾക്കുമ്പോ ദൈവമേ, എന്റെ പിതാവിനോട് ദൈവം ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. കാരണം യെസ് ഓർ നോ പറഞ്ഞാൽ തീർന്നു, നോ പറഞ്ഞാൽ തീർന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ പിതാവ് പറഞ്ഞു, ഓക്കെ അവർക്ക് വന്ന് കാണാമെന്ന് പറയുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാല് വളരെ ഡീറ്റെയിൽ ഒന്നും അവര് പറഞ്ഞുമില്ല എന്തൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഡീറ്റെയിലും പറഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ മിഷണറി ആയിട്ട് വിദേശത്ത് പോകാനിരിക്കുന്ന ഒരു മകനാണെന്ന് അദ്ദേഹം പറയുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ
എന്തായിരുന്നാലും അത്ഭുതകരമായിട്ട് ദൈവം ഒരു അത്ഭുതമായിട്ട് എന്റെ പിതാവ് എസ് എന്ന് പറയുവാനും മെയ് 2-ാം തീയതി 93 മെയ് 2-ാം തീയതി ഈ കുടുംബം ഞങ്ങളെ കാണുവാനായിട്ട് കടന്നു വന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ കടന്നു വരുന്ന സമയത്ത് തന്നെ എന്റെ അമ്മ ഇങ്ങനെ പറയുവാൻ ഇടയായി തീർന്നു, ദൈവത്തിന് സ്തോത്രം, ഈ വ്യക്തിയെ തന്നെയാണ് നീ കണ്ടത് എന്ന് പറയുവാൻ ഇടയായി തീർന്നു. കാരണം ഞാൻ അത്ര ഡിസ്ക്രിപ്ഷൻ ഒക്കെ കൊടുത്തിരുന്നു. അമ്മ പറഞ്ഞു ഈ വ്യക്തിയെ തന്നെയാണ് നീ കണ്ടത്. അങ്ങനെ അമ്മയ്ക്ക് അങ്ങ് ഉറപ്പായിരുന്നു ദൈവം എന്നെ അതേ വ്യക്തിയാണ് കടന്നു വന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എന്നാല് എന്റെ പിതാവിനോട് ദൈവം ഇടപെട്ടേ പറ്റത്തുള്ളൂ. സ്തോത്രം. കാരണം ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, എന്റെ അമ്മ പ്രാർത്ഥിച്ച ഒരു കാര്യമുണ്ടല്ലോ, ആ കുടുംബത്തിലെ എല്ലാവരും കർത്താവിന്റെ വേലയിലായിരിക്കണമെന്ന്. കർത്താവിന്റെ ദാസന്റെ പിതാവ് പാസ്റ്റർ ആർ സാലം അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ എക്സിക്യൂട്ടീവ് മെമ്പറൊക്കെ ആയിരുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസനാണ്. ആ കർത്താവിന്റെ ദാസന്റെ 7 മക്കളെയും സുവിശേഷ വേലയ്ക്ക് സമർപ്പിച്ചതാണ്. അങ്ങനെ 7 പേരും സുവിശേഷ വേല ചെയ്യുന്ന ഒരു ഭവനത്തിൽ നിന്നാണ് അവരെന്നെ കാണുവാൻ വന്നത്. ദൈവത്തിന് സ്തോത്രം. എന്റെ അമ്മയുടെ കണ്ണുനീരിൽ കുതിർന്ന പ്രാർത്ഥന ദൈവം കേട്ട് ഉത്തരമരുന്ന ഒരു അനുഭവമായിരുന്നു അത്. ദൈവത്തിന് സ്തോത്രം. എന്നെന്റെ പിതാവിനെ അത്ഭുതകരമായിട്ട് ആ സമയത്ത് ദൈവം തൊടുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. എന്തോ എന്റെ പിതാവിനെ ദൈവം അത്ഭുതകരമായിട്ട് ആ സമയത്ത് തന്നെ രൂപാന്തരപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അവരത് കണ്ടതിന് ശേഷം 4 ദിവസത്തിന് ശേഷം അവരുടെ ഭവനത്തിലേക്ക് കടന്നു പോകാനായിട്ട് ഞങ്ങളുടെ കുടുംബത്തിലെ മുതിർന്നവരെ ക്ഷണിപ്പാൻ ഇടയായി തീർന്നു. അങ്ങനെ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആ ദിവസത്തെ കുറിച്ച് ഞാൻ എന്റെ ജീവിതത്തിൽ മറക്കുകയില്ല. കാരണം വളരെയധികം പ്രതികൂലത്തിൽ കൂടെ കടന്നുപോയ ഒരു ദിവസമായിരുന്നു. എന്റെ ഹൈന്ദവരായിരിക്കുന്ന എന്റെ കുടുംബത്തിലെ മുതിർന്നവര്, അവരും അതുപോലെ ഹല്ലേലൂയ സ്തോത്രം, പലരും ഇതിനെ എതിർക്കുവാൻ ഇടയായി തീർന്നു. സുവിശേഷ വേലയാണെന്നൊക്കെ അറിഞ്ഞപ്പോ ഭയങ്കരമായിട്ടുള്ള എതിർപ്പ് കടന്നു വരുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. എന്റെ പിതാവിന് വളരെയധികം ഭാരമുണ്ടായി. അവരോട് പോകാമെന്ന് പറഞ്ഞും പോയി. അതുകൊണ്ട് എന്തായാലും എന്റെ പിതാവ് വളരെ ദേഷ്യത്തോടെ, ഞാൻ ഒരു മകളെ ഉള്ളൂ, എന്നോട് വളരെ സ്നേഹമാണ് ആക്ച്വലി, പക്ഷെ ആ സമയത്ത് എന്റെ പിതാവിനെ കാരണം എല്ലാവരും നിന്ദിക്കുകയും പരിഹസിക്കുകയും പിതാവിനെ ഒത്തിരി വഴക്ക് പറയുകയും ചെയ്തപ്പോ എന്റെ പിതാവ് വളരെ ഭാരപ്പെട്ടിട്ട് എന്നോട് വന്ന് ദേഷ്യത്തിൽ പറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞു പോയതുകൊണ്ട് ആ ഭവനത്തിലേക്ക് പോകുന്നു, ഞങ്ങൾ ചിലരുമായിട്ട് അവിടെ കടന്നുപോയി, ഞാൻ ഒരു വാക്ക് പോലും സംസാരിക്കത്തില്ല, ജസ്റ്റ് ഒന്ന് കടന്നുപോയിട്ട് മടങ്ങി വരുമെന്ന് പറഞ്ഞു. എന്റെ പിതാവ് ദേഷ്യത്തോടെ കടന്നു പോകാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്ര. ആ സമയം ഹല്ലേലൂയ സ്തോത്ര, ഞാൻ മുട്ടുമേനെന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. കർത്താവേ ഹല്ലേലൂയ, ദൈവമേ അങ്ങ് എന്നെ തിരഞ്ഞെടുത്തു, അങ്ങ് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എന്നെ തിരഞ്ഞെടുത്തു. എനിക്ക് കർത്താവിന്റെ വേല ചെയ്യുവാൻ കർത്താവ് വഴിയെ തുറന്നു തന്നേ മതിയാകൂ. അങ്ങ് ദർശനത്തെ കാണിച്ചു തന്ന വ്യക്തിയെ കർത്താവ് കൊണ്ടുവന്നു. എന്നാൽ ലോകപരമായിട്ട് എന്റെ പിതാവ് ഇത് അസാധ്യമെന്ന് പറയുമ്പോ എന്റെ സ്വർഗത്തിലെ പിതാവ് എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കണമേ, എനിക്ക് കർത്താവിന്റെ വേല ചെയ്യണം. ആ എരിവോടെ ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിപ്പാൻ തുടങ്ങി. സങ്കീർത്തനം 7-ാം സങ്കീർത്തനം എനിക്ക് തന്നിട്ട് അത് വായിക്കുവാൻ പറഞ്ഞു. ഞാൻ 3-4 പ്രാവശ്യം വായിച്ചു. ആരും എന്നെ സഹായിപ്പാൻ ഇല്ലാതിരിക്കുമ്പോൾ ചീന്തിക്കളയരുത് ദൈവമേ എന്നുള്ള നിലവിളിയോടുകൂടെയുള്ള പ്രാർത്ഥന ഞാൻ ദൈവസന്നിധിയിൽ ഒത്തിരി കരയുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അങ്ങനെ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ ഒരു ദൈവ ശബ്ദം ഞാൻ ഇങ്ങനെ കേൾക്കുകയാണ്. മകളെ ക്ലോക്കിലേക്ക് നോക്കുവാൻ പറഞ്ഞു. ഞാൻ ഇങ്ങനെ ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ ആ സമയത്ത് 5:20 വൈകിട്ട്. അപ്പോ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു, മകളെ ഈ സമയത്ത് നിന്റെ വിവാഹം ഉറപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്ര. ഞാൻ ആ ദൈവ ശബ്ദം കേട്ടതും ഹല്ലേലൂയ എന്റെ അമ്മയോട് പറഞ്ഞു, ദൈവം പറയുന്നു എന്റെ വിവാഹം 5:20 ഉറപ്പിച്ചിരിക്കുന്നു എന്ന്. ഹല്ലേലൂയ. കാരണം അതിന് തൊട്ട് മുമ്പ് നടന്ന അവസ്ഥകൾ വെച്ച് നോക്കിയാൽ ഇങ്ങനെ ഒരു കാര്യം ചിന്തിക്കുവാൻ പോലും കഴിയത്തില്ല. എന്നാൽ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ചു. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ കരം പിടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി സ്തോത്രം ചെയ്തു. ദൈവം പ്രവർത്തിച്ചതിന് നന്ദി പറഞ്ഞു. അങ്ങനെ വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിപ്പാൻ ഇടയായി തീർന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവം ഒരു വാഗ്ദത്തം തന്നാൽ അതിന് ഹല്ലേലൂയ സ്തോത്രം നമ്മൾ ചിലപ്പോൾ അതിന് അത് നടക്കുവാൻ
തക്കവണ്ണമുള്ള യാതൊരു സാധ്യതയും നമുക്ക് മാനുഷികമായി നമുക്ക് കാണത്തില്ലായിരിക്കാം. പക്ഷേ ഹല്ലേലൂയ സ്തോത്ര, വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ, വാക്കുമാറാത്ത ദൈവമാണ്. ദൈവം വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവം നിറവേറ്റുക തന്നെ ചെയ്യും. ഹല്ലേലൂയ സ്തോത്ര, അതിന്റെ ഒരു സാക്ഷിയാണ് എന്റെ ജീവിതം. ഹല്ലേലൂയ, എന്റെ അമ്മയുടെ വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന. ഹല്ലേലൂയ, അമ്മമാരുടെ പ്രാർത്ഥന ദൈവം തള്ളിക്കളയത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ദൈവം ചെയ്ത അത്ഭുതം കേൾക്കണമോ? ദൈവത്തിന് സ്തോത്രം. ദൈവം ഈ സമയം തന്നു. ഞങ്ങൾ ദൈവത്തെ സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നു. ഏകദേശം 1 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ എന്റെ പിതാവും ചിലരൊക്കെ ഭവനത്തിലേക്ക് കടന്നു വന്നു. അപ്പൊ വളരെ ദേഷ്യത്തോടു കൂടിയാണല്ലോ അവര് കടന്നുപോയത്. അതുകൊണ്ട് ഞാനിങ്ങനെ എന്റെ പിതാവിന്റെ മുഖത്തേക്ക് ഞാനിങ്ങനെ നോക്കുകയാണ്. ദൈവത്തിന് സ്തോത്ര. എന്റെ പിതാവ് ഭവനത്തിലേക്ക് കയറി വന്നിട്ട് പെട്ടെന്ന് എന്നെ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, നിന്റെ വിവാഹം ഇനി ഉടനെ കാണുമെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്ര. ഹല്ലേലൂയ. ആ സമയത്ത് ഞാൻ എന്റെ പിതാവിനോട് ഇപ്രകാരം ചോദിച്ചു, പപ്പ 5:20 വാക്ക് കൊടുത്തത് എന്നിങ്ങനെ ചോദിപ്പാനിടയായി തീർന്നു. പെട്ടെന്ന് എന്റെ പിതാവ് ചോദിച്ചു, നീ അതെങ്ങനെ അറിഞ്ഞു? ഞാൻ പറഞ്ഞു, എന്റെ യേശു കർത്താവ് പറഞ്ഞു 5:20 വാക്ക് കൊടുത്തെന്ന്. വീണ്ടും പിതാവ് ചോദിച്ചു, നീ എങ്ങനെ അറിഞ്ഞു? ഞാൻ പറഞ്ഞു, എന്റെ യേശു കർത്താവ് പറഞ്ഞു. അന്നത്തെ കാലം അറിയാലോ, ഫോണില്ല, ഒന്നുമില്ല. ഏകദേശം 1.5 മണിക്കൂറോളം യാത്ര ചെയ്താൽ ആ ഭവനത്തിൽ എത്തത്തുള്ളൂ. ഇത്രയും ഡിസ്റ്റൻസ് ഉള്ളിടത്താണ്. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇത് പറഞ്ഞപ്പോൾ ഞാൻ പിതാവിനോട് പറയുന്നത് 5:20 വാക്ക് കൊടുത്തു എന്ന്. മൂന്നാമത് എന്റെ പപ്പ ഇങ്ങനെ ചോദിച്ചു. കാരണം ആ സമയമൊക്കെ ആയപ്പോ കൂടെ ആരും അധികം ഇല്ല. ആ സമയത്ത് എന്റെ പപ്പ ചോദിച്ചു, നീ ഇതെങ്ങനെ അറിഞ്ഞു? ഞാൻ പറഞ്ഞു, എന്റെ യേശു കർത്താവ് പറഞ്ഞു. ആ നിമിഷം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ പപ്പയെ തൊടുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്ര. ജീവനുള്ള ഒരു ദൈവമുണ്ടെന്ന് മുമ്പ് എന്റെ അമ്മയുടെ സൗഖ്യത്തിൽ അറിഞ്ഞുവെങ്കിലും ഈ സമയത്ത് ദൈവത്തെ ഭയപ്പെടുവാൻ ഇടയായി തീർന്നു. ഇങ്ങനെ ഒരു ദൈവമുണ്ടോ എന്ന്. ഹല്ലേലൂയ സ്തോത്രം. കാരണം എന്തെന്ന് എന്റെ പിതാവ് പറയുവാൻ ഇടയായി തീർന്നു. അവിടെ കടന്നുപോയപ്പോൾ ഓരോ മക്കളും സുവിശേഷ വേലയിലാണെന്നൊക്കെ പറഞ്ഞു. ആ പിതാവ് എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോൾ ഹല്ലേലൂയ സ്തോത്ര, എന്റെ പപ്പ വിചാരിച്ചു ബന്ധുക്കളോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഇത് നടക്കത്തില്ല, എന്തെങ്കിലുമൊക്കെ എതിരെ അവിടെ നിന്ന് തന്നെ പറഞ്ഞാൽ ആകെ പ്രശ്നമാകും. കാരണം ഹൈന്ദവപരമായിട്ടുള്ള ഹൈന്ദവ വിശ്വാസത്തിലായിരിക്കുന്ന പ്രിയമുള്ളവരും ഉണ്ട് അതിനകത്ത്. അതുകൊണ്ട് എന്റെ പിതാവ് ഇങ്ങനെ ഒരു ശബ്ദം കേൾക്കുകയുണ്ടായെന്ന് പറഞ്ഞു, നീ എഴുന്നേറ്റ് വാക്ക് കൊടുക്കുക, നീ എഴുന്നേറ്റ് വാക്ക് കൊടുക്കുക. ഇങ്ങനെ ഒരു ശബ്ദം തന്റെ ഹൃദയത്തിൽ അങ്ങനെ കേൾക്കുവാൻ ഇടയായി തീർന്നു. അപ്പൊ എന്റെ പിതാവ്, ഞാൻ ഇനി ആരോടും ചോദിക്കുന്നില്ല, ആരോടെങ്കിലും ചോദിച്ചാൽ പ്രശ്നമാകും. അതുകൊണ്ട് എന്റെ പപ്പ ചെയ്തത് അറിയണമോ? തന്റെ വാച്ച് ആ സമയത്ത് അദ്ദേഹം നോക്കി 5:20 എഴുന്നേറ്റ് വാക്ക് കൊടുക്കുവാൻ, വിവാഹത്തിന് വാക്ക് കൊടുക്കുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോട് സ്തോത്ര. അതുകൊണ്ടാണ് എന്റെ പിതാവ് ചോദിച്ചത്, നീ അതെങ്ങനെ അറിഞ്ഞു 5:20 എന്നുള്ളത്. ഹല്ലേലൂയ സ്തോത്ര. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം നമ്മളെ സൃഷ്ടിക്കുമ്പോ ദൈവം എല്ലാം ഹല്ലേലൂയ മുന്നമേ നമുക്ക് വേണ്ടി എല്ലാം ഒരുക്കിയിട്ടാണ് സൃഷ്ടിച്ചത്. ദൈവത്തിന്റെ മുമ്പിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്ര. ഹല്ലേലൂയ. ഈ സംഭവം എന്റെ പിതാവിന് പരിശുദ്ധാത്മാവിനാല് ഹല്ലേലൂയ വലിയൊരു രൂപാന്തരം എന്റെ പിതാവിന്റെ ഹൃദയത്തിൽ ഉണ്ടായി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്റെ പിതാവ് ആ സമയം തന്നെ പറയുകയുണ്ടായി, ആരെല്ലാം എതിർത്താലും ഞാൻ ഈ വിവാഹം ഏറ്റവും നന്നായിട്ട് നടത്തും. ഇനി ഒരു ബുദ്ധിമുട്ടും വരാതെ ഞാൻ ഇതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് സന്തോഷത്തോടെ പറയുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ദൈവം പറഞ്ഞ സമയത്ത് തന്നെ വിത്തിൻ 1 month 93 ജൂണിൽ തന്നെ എന്റെ വിവാഹം ദൈവത്താൽ ക്രമീകരിപ്പാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ സ്തോത്രം. കർത്താവിന്റെ ദാസൻ ആ സമയത്ത് ബൈബിൾ കോളേജിലെ പഠനം കഴിഞ്ഞിട്ട് ഒരു ഗ്രാമത്തില് കർത്താവിന്റെ വേല തുടങ്ങുന്ന സമയമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എല്ലാം ദൈവം മുന്നമേ ഒരുക്കിയിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആ സ്ഥലം എന്ന് പറയുന്നത് ഞങ്ങളുടെ കുടുംബക്ഷേത്രം ഉണ്ടായിരുന്ന ആ കുടുംബക്ഷേത്രം ഇരിക്കുന്ന ആ ഭവനത്തിൽ നിന്ന് 1 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞങ്ങള് ആ ഭവനത്തിലേക്ക് കടന്നുപോയി, കുടുംബ വീട്ടിലേക്ക് കടന്നുപോയി. ദൈവത്തിന് സ്തോത്ര. അവിടെ കടന്നുപോയപ്പോൾ അന്ന് എന്റെ പിതാവിന്റെ
ഇളയ സഹോദരനാണ് അവിടുത്തെ പൂജകളൊക്കെ ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്ര. കുടുംബത്തിനകത്ത് വീട്ടിനകത്തുള്ള ഒരു അമ്പലം പോലെയാണ്. അപ്പോ ആ സമയത്ത് ദൈവത്തിന് സ്തോത്രം എന്റെ അങ്കിൾ ഇങ്ങനെ പറയുവാനിടയായി തീർന്നു, ആന്റിക്ക് ചില വർഷങ്ങളായിട്ട് നേരെ ഉറങ്ങുവാൻ കഴിയുന്നില്ല, വളരെയധികം ബുദ്ധിമുട്ടാണെന്ന് പറയുവാനിടയായി തീർന്നു. അപ്പൊ എന്റെ ഹസ്ബൻഡ് പ്രാരം കർത്താവിന്റെ ദാസൻ പറയുകയുണ്ടായി, യേശു കർത്താവിന് കഴിയാത്തതൊന്നുമില്ല, ഞങ്ങൾ യേശുവോട് പ്രാർത്ഥിക്കാം, ആന്റിക്ക് പരിപൂർണ സൗഖ്യം ലഭിക്കുമെന്ന് പറഞ്ഞു. ആ സമയത്ത് എന്റെ അങ്കിൾ ഇപ്രകാരം പറയുവാനിടയായി തീർന്നു, കൊച്ചപ്പൻ എന്ന് വിളിക്കുന്ന കൊച്ചപ്പൻ ഇപ്രകാരം പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും ഒരു അത്ഭുതം നടക്കുകയാണെങ്കിൽ ഞാൻ ആ ദൈവത്തോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്ര. ഞങ്ങൾ വിശ്വാസത്തോടെ അവിടെ നിന്ന് പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. അതിനുശേഷം ഞങ്ങൾ ഭവനത്തിലേക്ക് കടന്നുപോയി. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോ വീണ്ടും ആ ഭവനത്തിലേക്ക് ഞങ്ങൾ കടന്നുപോയി. ദൈവത്തിന് സ്തോത്ര. ആ സമയത്ത് എന്റെ അങ്കിൾ ഇങ്ങനെ പറയുവാൻ ഇടയായി തീർന്നു, അന്ന് രാത്രി സമാധാനമായി ഉറങ്ങുവാൻ ഇടയായി തീർന്നു. ഇതുവരെയും പിന്നെ ഒരു ബുദ്ധിമുട്ടില്ല. അല്ല എങ്കിൽ പൈശാചികമായിട്ടുള്ള ശക്തികളാല് വളരെ നിലവിളിയും ബഹളവുമായിരുന്നു. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായില്ല എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്ര. ആ സമയത്ത് ഹല്ലേലൂയ സ്തോത്ര, ഈ യേശു കർത്താവിന്റെ സ്നേഹം അവരെ പിടിക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ദൈവം അവരെ തൊടുവാൻ ഇടയായി തീർന്നു. ആ കുടുംബത്തിലെ 5 പേരും 3 മക്കളും അപ്പനും അമ്മയും ഹല്ലേലൂയ സ്തോത്ര അവിടുത്തെ എല്ലാ പ്രതിഷ്ഠകളെയും എടുത്ത് നശിപ്പിച്ച് കളഞ്ഞിട്ട് ഈ ജീവനുള്ള ദൈവത്തെ ഞങ്ങൾ സേവിക്കുമെന്ന് പറഞ്ഞ് അവര് തന്നെ മുന്നോട്ട് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് കടന്നു വന്നു. ദൈവത്തിന് സ്തോത്ര. ഹല്ലേലൂയ. അന്ന് ആ സഭ തുടങ്ങിയിട്ട് ചില നാളുകളെ ആയിട്ടുള്ളൂ. അവിടെ കടന്നു വന്ന ആദ്യമായി കുടുംബമായി കടന്നു വന്ന കുടുംബം എന്റെ ഈ പ്രിയ അങ്കിളും കുടുംബവും അമ്പലത്തിലെ കർമ്മങ്ങൾ ചെയ്തിരുന്ന ആ കുടുംബമായിരുന്നു കടന്നു വന്നത്. ദൈവത്തിന് സ്തോത്ര. അങ്ങനെ ദൈവം ആ ദേശത്ത് വലിയ അത്ഭുതം ചെയ്യുവാൻ ഇടയായി തീർന്നു. ഞങ്ങളുടെ ബന്ധുക്കളും ബന്ധുമിത്രാദികള് പലരും അതിനുശേഷം ആലയത്തിലേക്ക് കടന്നു. ആദ്യം ഒരു വാടക വീട്ടിലായിരുന്നു. അവിടെ നിന്നും ഹല്ലേലൂയ സ്തോത്രം ചെറിയ രീതിയിൽ ഒരു ഷെഡ് പണിയുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്ര. ഹല്ലേലൂയ. അതിനുശേഷമാണ് എന്റെ പിതാവും ആലയത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നത്. ദൈവത്തിന് സ്തോത്ര. എന്റെ ദൈവത്തെ ആത്മാവിൽ സത്യത്തിൽ ആരാധിക്കുവാൻ എന്റെ പിതാവ് കടന്നു വരുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. കർത്തദാസന്റെ പിതാവ് പാസ്റ്റർ ആർ റസാലം അവർകളാണ് എന്റെ പിതാവിനെ സ്നാനപ്പെടുത്തുവാൻ ഇടയായി തീർന്നത്. ദൈവത്തിന് സ്തോത്ര. അങ്ങനെ ദൈവം അത്ഭുതകരമായി എന്റെ കുടുംബത്തെ തൊടുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്ര. അങ്ങനെ ഹല്ലേലൂയ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു വലിയ ഉണർവ് ദൈവം ആരംഭിപ്പാൻ ഇടയായി തീർന്നു. അനേകരെ ദൈവം തൊടുവാൻ ഇടയായി തീർന്നു. ഞങ്ങളുടെ ഭവനത്തിൽ പ്രാർത്ഥന വെക്കുവാനും അനേകർ ഹല്ലേലൂയ സ്തോത്രം ഭവനത്തിൽ കടന്നു വരുവാനും പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാനും എല്ലാം ദൈവം ഇടയാക്കിക്കൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹല്ലേലൂയ സ്തോത്രം കർത്താവിന്റെ ദാസന് 94 ഓസ്ട്രേലിയയില് ദൈവവചനം പഠിക്കുവാനായിട്ട് കടന്നു പോകുവാനായിട്ട് ദൈവം വഴിയൊരുക്കി. അങ്ങനെ കർത്താവിന്റെ ദാസൻ കടന്നുപോയി. 4 മാസം കഴിഞ്ഞപ്പോൾ ഞാനും കടന്നുപോയി. ഞങ്ങൾ അന്ന് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സ്ഥലത്ത് കർത്താവിന്റെ ദാസന്റെ സഹോദരൻ അവിടെ പ്രവർത്തിപ്പാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ സ്വജനത്തിൽ നിന്ന് പലരും അവിടെ ദൈവത്തെ ആത്മാവിൽ സത്യത്തിൽ ആരാധിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങള് ഓസ്ട്രേലിയയിലേക്ക് കടന്നു പോകാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്ര. ഞാൻ പറഞ്ഞല്ലോ, ദൈവം തന്ന വാഗ്ദത്തങ്ങള്, ദൈവം വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ ദൈവം അതിന്റെ തക്ക സമയത്ത് നിവർത്തിപ്പാനായിട്ട് ഇടയായി തീരും. ദൈവത്തിന് സ്തോത്ര. ദൈവവചനം പഠിക്കുവാനായിട്ട് കടന്നുപോയെങ്കിൽ ഞങ്ങളുടെ വിശ്വാസ ജീവിതം ദൈവം പഠിപ്പിച്ചത് അവിടെ വെച്ചാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ അവിടെ കടന്നു പോയപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഒരു വലിയ ദർശനം തന്റെ ദാസന് കൊടുക്കുവാൻ ഇടയായി തീർന്നു. അദ്ദേഹം ഇങ്ങനെ കാണുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ആ ദർശനം കണ്ടതിന് ശേഷം ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ വെളിപ്പെടുത്തി കൊടുത്തു. ഇന്ത്യയിലേക്ക് കടന്നുപോയി ശുശ്രൂഷ ചെയ്യേണ്ടതിന്റെ ആവശ്യം കർത്താവ് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ദൈവാത്മാവ് കാണിച്ചു കൊടുക്കുവാൻ ഇടയായി തീർന്നു. ഞങ്ങൾ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്യേണ്ടത് അതെല്ലാം പറഞ്ഞു കൊടുക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ആ ദർശനം കിട്ടി. കർത്താവിന്റെ ദാസൻ ശക്തിയോടെ പ്രാർത്ഥിപ്പാൻ ഇടയായി തീർന്നു. 2 വർഷം ഞങ്ങൾ അവിടെ ആയിരുന്നു. കർത്താവിന്റെ വചനം അഭ്യസിക്കുന്ന ഇതില് കർത്താവിന്റെ ദാസനായിരുന്നു. ആ സമയത്ത് ദൈവം ഞങ്ങൾക്ക് ആദ്യത്തെ മകളെ ദൈവം നൽകുവാൻ ഇടയായി തീർന്നു. ഷാരോൻ മോള് അവിടെ ജനിപ്പാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ആ സമയത്ത് ഹല്ലേലൂയ സ്തോത്രം വളരെ
വളരെയധികം ബുദ്ധിമുട്ട് എന്റെ ശരീരത്തിൽ അനുഭവിപ്പാൻ ഇടയായി തീർന്നു. എങ്ങനെയോ എനിക്ക് പെൽവിക് ബോൺ ലിഗമെന്റ്സ് ഒത്തിരി സ്ട്രെച്ച് ആകുകയും എന്നെ നടക്കുവാനൊക്കെ അവർ പറഞ്ഞ സമയത്ത് അത് വളരെയധികം ബുദ്ധിമുട്ടാകുകയും എനിക്ക് കാലില് താഴോട്ട് എനിക്ക് സ്പർശന ശേഷി ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് കടന്നു വരികയും നടക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാകുകയും ഒക്കെ ചെയ്തു. എങ്കിലും ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ആ സമയങ്ങളിൽ അതിവേദന ഞാൻ അനുഭവിച്ചുവെങ്കിലും കുഞ്ഞിനെ നോക്കണം, ഞങ്ങൾക്ക് വേറെ ആരും അപ്പോഴില്ല. എങ്കിലും ദൈവത്തിന്റെ സ്തോത്രം, ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരുന്ന് അത്ഭുതകരമായിട്ട് നടത്തുവാൻ ഇടയായി തീർന്നു. ആ അവസ്ഥയിൽ എന്നെ വീണ്ടും റീഅഡ്മിറ്റ് ചെയ്യുവാൻ ഇടയായി തീർന്നു. പ്രസവം കഴിഞ്ഞ് ഭവനത്തിൽ കടന്നു ചെന്നതിന് ശേഷം ആ സമയത്ത് ചില മെഷീനൊക്കെ വെച്ച് ഇത് ഇങ്ങനെ അടുപ്പിക്കുന്ന മെഷീനൊക്കെ വെച്ച് എന്നെ അവരെ കിടത്തിയിരിക്കുമ്പോൾ ദൈവത്തിന്റെ സ്തോത്രം, ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിപ്പാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ, സ്തോത്ര. ദൈവം എന്നെ ബലപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. ആ സമയത്ത് എന്നെ കർത്തദാസന്റെ ഒരു കൂടെ പഠിക്കുന്ന ബൈബിൾ കോളേജിലുള്ള ഒരു വ്യക്തി യങ്ങാണ്. പക്ഷെ ആ വ്യക്തി വീൽ ചെയറിലാകുമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞ് വളരെ ബുദ്ധിമുട്ടിലായി അവസ്ഥയായിരുന്നു. ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. കർത്താവെ, 3 കുഞ്ഞുങ്ങളാണ്, ചെറിയ കുഞ്ഞുങ്ങളുള്ള വ്യക്തിയാണ്. കർത്താവെ, അദ്ദേഹം വീൽ ചെയറിലാകുവാൻ പറ്റത്തില്ല, ദൈവം വിടുവിക്കണമേ എന്ന് ഞാൻ എന്റെ വേദനയിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് എന്റെ അടുത്ത് കൂടെ ഇരുന്ന് ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നത്. അതുകൊണ്ട് ഹല്ലേലൂയ, ആ ഓസ്ട്രേലിയൻ കുടുംബത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. ദൈവം എന്റെ ആ കിടക്കയില് ഒരു ദർശനം കാണിച്ചു തന്നു. അദ്ദേഹത്തിന്റെ ബാക്കിന് ദൈവം ഇങ്ങനെ ഫിക്സ് ചെയ്യുന്നതായിട്ട് കാണിച്ചു തന്നു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ അത് അവരോട് പറയുകയും ഹല്ലേലൂയ, അന്ന് മുതൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ബുദ്ധിമുട്ടേ അനുഭവിപ്പാൻ ഇടയാകാതെ വണ്ണം കർത്താവ് സൗഖ്യമാക്കുവാൻ ഇടയായി തീർന്നു. അത് അവർക്കൊരു വലിയ സാക്ഷ്യമായി തീരുവാൻ, സാക്ഷ്യം പറയുവാനൊക്കെ ദൈവം അതിലൂടെ അവർക്ക് വഴിയൊരുക്കി. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമ്മൾ കടന്നു പോകുന്ന ബുദ്ധിമുട്ടുകളും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം, ആ വിടുതലുകൾ അവരെ അനുഭവിപ്പാനും ഒക്കെ ഇടയാകുമ്പോൾ നമ്മുടെയും ജീവിതത്തിന് ദൈവം തക്ക സമയത്ത് വിടുതൽ തരുമെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. എങ്കിലും മാസങ്ങൾ എനിക്ക് വളരെ വേദന ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു ദിവസം ഞാൻ വളരെ എനിക്ക് കുഞ്ഞിനെ പെട്ടെന്ന് എഴുന്നേറ്റെടുക്കുവാനൊന്നും കഴിയത്തില്ല. അങ്ങനത്തെ അവസ്ഥയിൽ ഞാൻ ശക്തമായിട്ട് ദൈവസന്നിധി നിലവിളിച്ച്, കർത്താവെ, ഞങ്ങൾക്ക് ഇനി നാട്ടില് ഹല്ലേലൂയ സ്തോത്രം അടുത്ത വർഷമാകുമ്പോ പോകണം. ഞാൻ ഇങ്ങനെയാണോ കുറച്ച് നാള് എനിക്ക് നടക്കും. വളരെ ബുദ്ധിമുട്ടായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ പ്രാർത്ഥിക്കുമ്പോ ദൈവത്തിന്റെ ആത്മാവ് എന്നെ ബലപ്പെടുത്തിയത് ഹല്ലേലൂയ സ്തോത്ര അധികാരത്തോടെ കൽപ്പിക്കുവാൻ പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ ഒരു ദിവസം ഹല്ലേലൂയ അധികാരത്തോടെ കൽപ്പിക്കുവാൻ പറഞ്ഞപ്പോ ഞാൻ ആ ഹല്ലേലൂയ മുട്ടുമേ നിന്ന് അധികാരത്തോടെ കൽപ്പിക്കുവാൻ തുടങ്ങി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ വേദന ശേഷം മാറിപ്പോകട്ടെ എന്ന് ദൈവസന്നിധിയിൽ അധികാരത്തോടെ പ്രാർത്ഥിച്ചപ്പോ ഹല്ലേലൂയ ആ വേദന പൂർണ്ണമായി വിട്ടുമാറുവാൻ ഇടയായി തീർന്നു. അതിനുശേഷം ആ വേദന എനിക്ക് ഉണ്ടാകുവാൻ ഇടയായി തീർന്നില്ല. ചിലപ്പോഴൊക്കെ ദൈവം നമ്മെ ഹല്ലേലൂയ അധികാരത്തോടെ പ്രാർത്ഥിക്കുവാനും പഠിപ്പിക്കും. ദൈവത്തിന് സ്തോത്ര, ഹല്ലേലൂയ. അങ്ങനെ അധികാരത്തോടെ ആ കർത്താവിന്റെ ഹല്ലേലൂയ സൗഖ്യം പ്രാപിക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ആ വേദന നിശേഷം ദൈവം മാറ്റി തരുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഞങ്ങൾക്ക് ഇങ്ങനെ ദർശനം തന്നപ്പോ ദൈവം പറഞ്ഞു, ഹല്ലേലൂയ, ചില വ്യക്തി ജീവിതങ്ങളെ ഞാൻ ഒരുക്കിയിട്ട് മാത്രമേ ഇന്ത്യയിലേക്ക് അയക്കത്തുള്ളെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ദൈവാത്മാവ് ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഹാർവസ്റ്റ് മിനിസ്ട്രീസ് ഇന്റർനാഷണൽ ആരംഭിക്കുവാൻ പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങള് 96 ഞങ്ങള് കർത്താവിന്റെ ദാസൻ ഗ്രാജുവേറ്റ് ചെയ്ത ശേഷം ഞങ്ങള് നാട്ടിലേക്ക് കടന്നു വന്നു. അന്നത്തെ കാലത്ത് ഓസ്ട്രേലിയയില് സുഖമായിട്ട് PR ഒക്കെ എടുത്ത് ജീവിക്കാമായിരുന്നു. പക്ഷെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയാണ് ഹല്ലേലൂയ ഞങ്ങള് മുൻതൂക്കം കൊടുത്തത്. കാരണം കർത്താവിന്റെ ദാസൻ ഹല്ലേലൂയ സ്തോത്രം ഈ ദർശനം ലഭിച്ചത് മുതൽ പ്രാർത്ഥിക്കുന്ന വിഷയമായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങള് ഹല്ലേലൂയ വിശ്വാസത്തോടെ നാട്ടിലേക്ക് കടന്നു വന്നു. അല്പ സാമ്പത്തികമൊക്കെ ഞങ്ങളുടെ കരങ്ങളിൽ ഉണ്ടായിരുന്നതും ചിലർ ഹെൽപ്പ് ചെയ്തതും ഒക്കെ ആയിട്ട് കടന്നു വന്നു. കാരണം ദൈവം ആദ്യം പറഞ്ഞത്, ഞാൻ ഇങ്ങനെ ഒരു കാര്യം കർത്താവ് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ കരങ്ങളിൽ ഒന്നുമില്ലാതിരിക്കുമ്പോ ഞാൻ ചിലത് ചെയ്യുവാൻ പറയും, നിങ്ങൾ അനുസരിക്കുമോ എന്ന് ചോദിച്ചു. കർത്താവെ, ഞങ്ങൾ പറഞ്ഞു,
കർത്താവെ ഞങ്ങൾ അനുസരിക്കാം. അങ്ങനെ വിശ്വാസത്തോടു കൂടെയാണ് കടന്നു വന്നത്. ദൈവത്തിന് സ്തോത്രം. ആദ്യമായിട്ട് ഓർഫനേജ് തുടങ്ങുവാൻ ദൈവം പറഞ്ഞു. അങ്ങനെ വന്ന് ഹല്ലേലൂയ ഓർഫനേജിന്റെ പണികൾ ഒന്ന് തുടങ്ങുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അപ്പൊ ഞങ്ങളുടെ ഷാരോ മോളെ എങ്ങനെ നോക്കുമോ കർത്താവെ അതുപോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കുമെന്ന് ദൈവസന്നിധിയിൽ ഞങ്ങൾ പറഞ്ഞിരുന്നത് കൊണ്ട് ദൈവം തന്ന പേര് റോസ് ഓഫ് ഷാരോൺ ചിൽഡ്രൻസ് ഹോം എന്നായിരുന്നു. അങ്ങനെ റോസ് ഓഫ് ഷാരോൺ ചിൽഡ്രൻസ് ഹോം 1997 ജാനുവരി 1-ാം തീയതി ആരംഭിക്കുവാൻ ഇടയായി തീർന്നു. ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളെ ലഭിക്കാൻ ഇടയായി തീർന്നു. ആ 3 കുഞ്ഞുങ്ങളുമായിട്ട് വാടക കെട്ടിടത്തിലാണ് ആദ്യം തുടങ്ങിയത്. ദൈവത്തിന് സ്തോത്രം. ആ സമയത്ത് ദൈവം തുടങ്ങുവാൻ ഡിസംബറിൽ പറഞ്ഞപ്പോ ഞങ്ങളുടെ കരങ്ങളിൽ ഒന്നുമില്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവം പറഞ്ഞ കാര്യം ഓർത്തു. കർത്താവെ ഞങ്ങൾ കടന്നു വന്നത് മുതൽ ഞങ്ങളുടെ കരങ്ങളിൽ ഉണ്ടായിരുന്നത് മുഴുവൻ കർത്താവെ ആ ഓർഫനേജ് പണിക്ക് വേണ്ടി ഞങ്ങൾ ചെലവാക്കി. കർത്താവെ ഹല്ലേലൂയ. ഞങ്ങളുടെ കരങ്ങളിൽ ഇപ്പോൾ ഒന്നുമില്ലാതിരിക്കുമ്പോ ദൈവം പറയുകയാണ് ഓർഫനേജ് തുടങ്ങുവാൻ. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ കർത്താവെ ദൈവത്തിൽ നോക്കി ഞങ്ങൾ ഇറങ്ങി. ഹല്ലേലൂയ. വാടകയ്ക്ക് കെട്ടിടം അന്വേഷിച്ചു. ഒരു വാടക വീട് അന്ന് കിട്ടി. അതില് ഹല്ലേലൂയ 3 കുഞ്ഞുങ്ങളുമായിട്ട് ഓർഫനേജ് തുടങ്ങുവാൻ ഇടയായി തീർന്നു. പ്രിയമുള്ളവരെ ഹല്ലേലൂയ. ദൈവം വിശ്വസ്തനായ ദൈവമാണ്. വാക്ക് പറഞ്ഞ മാറാത്ത ദൈവം. ഹല്ലേലൂയ. നമ്മുടെ ഹല്ലേലൂയ നമ്മുടെ ആ സമർപ്പണമാണ് ദൈവം നോക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഓർഫനേജ് തുടങ്ങുവാൻ ഇടയായി തീർന്നു. ഞങ്ങൾക്കറിയത്തില്ല എങ്ങനെ ഞങ്ങൾ നടത്തുമെന്ന്. ചില സപ്പോർട്ട് വന്നാലായി, വന്നില്ലെങ്കിലായി. എന്നാലും ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കും. കർത്താവെ ഞങ്ങളുടെ കുഞ്ഞിനെ നോക്കുന്നത് പോലെ ഞങ്ങൾക്ക് ആ കുഞ്ഞുങ്ങളെ നോക്കേണ്ടതാണ്. അവർക്ക് ആദ്യം കിടക്കുവാനൊന്നും ഇല്ലായിരുന്നു. 10 കുഞ്ഞുങ്ങളായപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു. അവര് തറയിലാണ് അന്ന് കിടന്നിരുന്നത്. ദൈവമേ ഹല്ലേലൂയ. കർത്താവെ അവർക്ക് പ്രായമുണ്ടെങ്കിലും ദൈവമേ അവർക്ക് മെത്ത വേണം, അവർക്ക് എല്ലാ കാര്യങ്ങളും വേണം. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഈ കുഞ്ഞുങ്ങളെല്ലാം പ്രാർത്ഥിക്കുവാനായിട്ട് പഠിപ്പിച്ചു. കുഞ്ഞുങ്ങളോട് പറഞ്ഞു, ആന്റിക്കും അങ്കിളിനോട് നോക്കരുത്, നിങ്ങൾ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമാണ് നമുക്ക് തരുന്നത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നാം ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി, തരും. ആ കുഞ്ഞുങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾ ആദ്യം പ്രാർത്ഥിച്ചത് കർത്താവേ ആ കുഞ്ഞുങ്ങൾക്ക് 10 തലയണ വേണം. അത് ഞങ്ങൾ പ്രാർത്ഥിപ്പാൻ ഇടയായി തീർന്നു. കാരണം അങ്ങനെ കുഞ്ഞുങ്ങൾ കിടക്കുന്ന കാണുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു അന്ന് അത് ഇല്ലീഗലാണെങ്കിൽ തന്നെയും ഒരു മദാമ അവര് ഇങ്ങനെ അവർക്ക് തോന്നി $10 അയച്ചു തരണമെന്ന്. അവരൊരു അന്നത്തെ ഇതില് കവറിലകത്ത് ഇട്ടിട്ട് അവരിത് അയക്കുവാൻ ഇടയായി തീർന്നു. അത് നമുക്ക് ലഭിക്കുന്നത് തന്നെ അത്ഭുതമാണ്. എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞങ്ങളുടെ കരങ്ങളിൽ എത്തുവാനും അന്ന് 10 തലയണയ്ക്ക് വേണ്ടുന്ന രൂപ അതിനകത്തുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഒരു അത്ഭുതം ദൈവം പ്രവർത്തിപ്പാൻ ഇടയാത്തുന്നു. ഓരോ കാര്യത്തിനും കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾക്ക് 16 കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നപ്പോ ദൈവത്തിന് സ്തോത്രം. ഒരു ദിവസം കുഞ്ഞുങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് പുതിയ ഡ്രസ്സ് വേണം. സ്കൂള് അന്ന് ഓണാവധി കഴിഞ്ഞിട്ട് സ്കൂളിൽ പോകുമ്പോ എല്ലാവരും പുതിയ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരും. ഞങ്ങൾക്ക് പുതിയ ഡ്രസ്സ് വേണമെന്ന് പറയുവാൻ ഇടയായി തീർന്നു. ഞാൻ ഇങ്ങനെ പറഞ്ഞു ആ കുഞ്ഞുങ്ങളോട്, നിങ്ങൾ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ആര് തന്നതാണ്? യേശു കർത്താവ് തന്നതാണ്. ആ കർത്താവിന് നിങ്ങൾക്ക് ഡ്രസ്സ് തരുവാൻ കഴിയും. ഹല്ലേലൂയ. ആ കുഞ്ഞുങ്ങൾ വിശ്വാസത്തോടെ 16 പേരും ഓടി വന്നിട്ട് അവര് കരം പിടിച്ച് അവര് പ്രാർത്ഥിക്കുകയാണ്. യേശുവേ പ്രാർത്ഥന കണ്ടപ്പോ കർത്താവേ ദൈവം അത്ഭുതം പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ കരങ്ങളിൽ ഒന്നുമില്ല ഇവർക്ക് വാങ്ങുവാൻ. ദൈവം അത്ഭുതം പ്രവർത്തി. കാരണം അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ആഹാരമാണ്. അതാണ് അവർക്ക് ഞങ്ങൾക്ക് ഏറ്റവും അവർക്ക് കൊടുക്കേണ്ടത്. അപ്പോ ഇത് പെട്ടെന്ന് വാങ്ങിക്കുവാനുള്ള ഒരു അവസരമില്ല. എന്നാൽ ദൈവത്തിന് സ്തോത്രം. അന്ന് വൈകുന്നേരം ഒരു വ്യക്തി ഈ കുഞ്ഞുങ്ങളെ കാണുവാൻ വന്നു. ആ കുഞ്ഞുങ്ങൾ പതിവ് പോലെ ആര് വന്നാലും കുഞ്ഞുങ്ങള് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ കുഞ്ഞുങ്ങളെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞിട്ട് പോയി. പിറ്റേ ദിവസം ഹല്ലേലൂയ അതേ വ്യക്തി കടന്നു വന്നു. 16 പുതിയ ഡ്രസ്സുമായിട്ട് അദ്ദേഹം കടന്നു വന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഈ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ചതുപോലെ അവർക്ക് 16 ഡ്രസ്സ് ദൈവം കൊടുക്കുവാൻ ഇടയായിത്തീർന്നു. അത് ആ കുഞ്ഞുങ്ങൾ വളരെയധികം വിശ്വാസം വർദ്ധിപ്പാൻ തുടങ്ങി. അവര് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഞങ്ങൾക്ക് കീബോർഡ് വേണം, ഞങ്ങൾക്ക് അത് വേണം, ഇത് വേണം, ഞങ്ങൾക്ക് ഭവനം വേണം, ഞങ്ങൾക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കണമേ. കുഞ്ഞുങ്ങൾ പ്രാർത്ഥിപ്പാൻ തുടങ്ങി.
തുടങ്ങി. അന്ന് അവര് സ്കൂളില് നടന്നാണ് പൊയ്ക്കൊണ്ടിരുന്നത്. വളരെ പ്രയാസമായിരുന്നു. ഇത്രയും കുഞ്ഞുങ്ങളെ നടത്തി ദൂരെയുള്ള സ്കൂളിൽ കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ വളരെ ഭാരമേറിയ കാര്യമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ഒരു അത്ഭുതം ചെയ്യുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ദൈവം പറഞ്ഞു, നിങ്ങൾ ഹല്ലേലൂയ എന്നിലേക്ക് നോക്കിയാൽ മാത്രം മതി, നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ പ്രൊവൈഡ് ചെയ്യുമെന്ന് ദൈവം പറഞ്ഞു. ആ സമയത്ത് ഹല്ലേലൂയ ഓസ്ട്രേലിയയിലുള്ള ഒരു വ്യക്തിയോട്, അലൻ ബെൽ എന്ന് പറയുന്ന കർത്തദാസനോട് ദൈവം സംസാരിപ്പാനിടയായി തീർന്നു. ഈ ഓർഫനേജിലെ കുഞ്ഞുങ്ങൾ നടന്നാണ് പോകുന്നത്, അവർക്ക് വേണ്ടി നിന്റെ ഒരു ബസ് ഉള്ളത് അയച്ചു കൊടുക്കുവാൻ അദ്ദേഹത്തോട് ദൈവം പറഞ്ഞു. ദൈവത്തിന് സ്തോത്ര. ഹല്ലേലൂയ. സ്തോത്ര. ആ സമയത്ത് ഞങ്ങളുടെ ഇത് രജിസ്റ്റർ ചെയ്തിട്ട് 1 വർഷം പോലും ആയിട്ടില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഹാർവസ്റ്റ് മിനിസ്ട്രി രജിസ്റ്റർ ചെയ്തിട്ട് 1 വർഷം പോലും ആയിട്ടില്ല. ഞങ്ങൾക്ക് ഇതൊന്നും സ്വീകരിക്കാനുള്ള യാതൊരു റൈറ്റും ഇല്ല ആ സമയത്ത്. പക്ഷെ അദ്ദേഹം ഇപ്രകാരം ഒരു ഫാക്സ് സന്ദേശം അയക്കുവാൻ ഇടയായി തീർന്നു. ഇങ്ങനെ ദൈവം എന്നോട് പറയുകയാണ്, ഞാൻ ബസ് കയറ്റി വിടുവാൻ പോവുകയാണെന്ന് പറഞ്ഞു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. അപ്പോ കർത്താവിന്റെ ദാസൻ ഇവിടെ പോർട്ടിലും എല്ലാവരും അന്വേഷിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇത് സ്വീകരിപ്പാൻ കഴിയത്തില്ല, നിയമം അങ്ങനെയാണ് പറയുന്നത്, അതുകൊണ്ട് ദയവ് ചെയ്ത് അയക്കരുതേ എന്ന് പറഞ്ഞു. അതിനുശേഷം 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അടുത്ത് ഒരു ഫാക്സ് സന്ദേശം ലഭിക്കാനിടയായി തീർന്നു. അദ്ദേഹം അതിൽ എഴുതിയിരിക്കുന്നത്, ഷുഡ് ഐ ഒബേ പാസ്റ്റർ മോഫറ്റ് ഓർ ഗോഡ്? ഞാൻ പാസ്റ്റർ മോഫറ്റിനെയോ ദൈവത്തെയോ ആരെയാണ് അനുസരിക്കേണ്ടത്? ഞാൻ ദൈവത്തെ അനുസരിക്കാൻ പോകുന്നു. ഞാൻ ഇന്ന് ഈ വാഹനം പോർട്ടില് കയറ്റി വിടുവാൻ പോവുകയാണ് എന്ന് എഴുതുവാൻ ഇടയായി തീർന്നു. ഞങ്ങൾ ഭയപ്പെട്ടു പോയി. കാരണം ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവം തരുന്നതാണ്, ഞങ്ങളത് സ്വീകരിക്കേണ്ടതാണ്. പക്ഷെ ഇന്ത്യൻ ഗവൺമെന്റ് അത് സമ്മതിക്കത്തില്ല. അത്രയേറെ വളരെയധികം നിയമക്കുരുക്കുകളുണ്ട് അതിന്. ഹല്ലേലൂയ. എന്തായിരുന്നാലും അദ്ദേഹം പറഞ്ഞു, ഞാൻ വന്നത് ക്ലിയർ ചെയ്തു തരാം. അങ്ങനെ ഞങ്ങള് വളരെ സന്തോഷത്തോടെയൊക്കെ ആയിരുന്നു. ആ സമയത്ത് അദ്ദേഹം കടന്നു വരുവാൻ ഇടയായി തീർന്നു. ഇന്ത്യൻ എല്ലാ വിധത്തിലും ഓഫീസ് പരമായിട്ടൊക്കെ ചെയ്തിട്ടും ഇത് ക്ലിയർ ചെയ്യുവാൻ കഴിയുന്നില്ല. കാരണം ഹല്ലേലൂയ സ്തോത്രം, ഓരോ ദിവസവും അതിനുള്ള ചാർജുകൾ കൂടി വരികയാണ്. അതിനുള്ള നിയമം അനുവദിക്കുന്നില്ല. അങ്ങനെ അദ്ദേഹം വളരെ ഭാരത്തോടുകൂടെ 1 മാസമായപ്പോൾ മടങ്ങി പോകുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചിട്ട് കടന്നുപോയി. ഈ ബസ് ഏത് വർഷമാണ് നടക്കുന്നത്? ഇത് 97 1997. ഹല്ലേലൂയ. ആ സമയത്ത് ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം വളരെ ഭാരത്തോടെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചിട്ട് കടന്നുപോയി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. കുഞ്ഞുങ്ങളും എല്ലാവരും പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരു ദിവസം കർത്താവിന്റെ ദാസനോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, ഡൽഹിയിലേക്ക് കടന്നു പോകാൻ പറഞ്ഞു, ഫൈനാൻസ് മിനിസ്ട്രിയിലേക്ക് കടന്നു പോകാൻ പറഞ്ഞു. അതിന്റെ ആ വ്യക്തിയെ നേരിട്ട് കണ്ട് സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവ് ആലോചന തന്നു. ദൈവത്തിന്റെ വചനം പറയുന്നല്ലോ, രാജാവിന്റെ ഹൃദയം നീർത്തോട് കണക്ക് യഹോവയുടെ കരങ്ങളിൽ ഇരിക്കുന്നു. യഹോവയ്ക്ക് ഇഷ്ടമുള്ളിടത്തേക്കൊക്കെയും അതിനെ തിരിക്കുവാൻ ദൈവത്തിന് കഴിയും. ആ വചനം തന്ന് ഞങ്ങൾ വചനം പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ച്, ഹല്ലേലൂയ, ഞങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് എല്ലാ ഡെമറേജും സ്റ്റീമറേജിന്റെ ഫീയും എല്ലാം 0 ആക്കി തരണമേ. അവര് പെനാലിറ്റി ഇട്ടത് തന്നെ 3.5 ലക്ഷം രൂപയാണ് പെനാലിറ്റി ഇട്ടത്. ഹല്ലേലൂയ സ്തോത്രം. ഈ ബസ് ഓസ്ട്രേലിയയിൽ നിന്ന് കടന്നു വന്ന് 9 മാസം അന്ന് മദ്രാസ് പോർട്ടില് 9 മാസമായിട്ടായിരിക്കുകയാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെയും കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്ര. പ്രിയമുള്ളവരെ, ദൈവം അത്ഭുതം പ്രവർത്തിപ്പാനിടയായി തീർന്നു. ആ ഉന്നത ഉദ്യോഗസ്ഥനോട് കർത്താവിന്റെ ദാസൻ നേരിട്ട് ചെന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാ പേപ്പറും അയച്ചതാണ്. ഇതിനെ ക്യാൻസൽ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു തരത്തിലും ഇത് ലഭിക്കുവാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ അതേ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്, അതേ ഉന്നത ഉദ്യോഗസ്ഥനിൽ നിന്ന് ദൈവം ഹല്ലേലൂയ നേരിട്ട് സംസാരിച്ചപ്പോൾ തന്നെ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയും അദ്ദേഹം പറഞ്ഞു, ഗോ ഇൻ പീസ് എന്ന് പറയുവാനിടയായി തീർന്നു. അതൊരു അത്ഭുതകരമായിട്ട് കർത്താവിന്റെ ദാസന് തോന്നി. അങ്ങനെ കർത്താവിന്റെ ദാസൻ ഡൽഹിയിൽ നിന്ന് മടങ്ങി വന്ന് 3 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഹല്ലേലൂയ അതിന്റെ എല്ലാ പെനാലിറ്റിയും 0 ആക്കിക്കൊണ്ടുള്ള പേപ്പർ ലഭിക്കാനിടയായി തീർന്നു.
തീർന്നു. അത് ഹല്ലേലൂയ പോർത്തി കൊടുത്തത് ഇതുകൊണ്ടാണ് ഇത്രയും താമസിച്ചതെന്ന് ഹല്ലേലൂയ സ്തോത്രം ഞങ്ങള് വാദിച്ചപ്പോൾ ദൈവത്തിന് സ്തോത്രം, അവര് ഹല്ലേലൂയ 1.5 ലക്ഷത്തോളം രൂപ അപ്പോൾ അടച്ചാല് ബസ് നിങ്ങൾക്ക് എടുക്കാമെന്ന് പറയുകയുണ്ടായി. എന്നിട്ട് അവര് പറഞ്ഞു ഇതിന്റെ ഫീസുകളെല്ലാം കുറച്ചു തരാം, ഇത്രയും താമസിച്ചു പോയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് തെളിയിച്ച് ഫീസുകൾ കുറച്ചു തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, കർത്താവെ അപ്പൊ 50,000 രൂപ ഞങ്ങൾക്ക് തിരികെ ലഭിക്കുകയാണെങ്കിൽ അത് കർത്താവെ ഹല്ലേലൂയ ദൈവമേ, അത് ഞങ്ങൾക്ക് 5 പെൺകുട്ടികളുടെ ആരുമില്ലാതെ അല്ലെങ്കിൽ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിലായിരിക്കുന്ന 5 പേരുടെ വിവാഹം നടത്തി കൊടുക്കാം ദൈവമേ എന്ന് ദൈവസന്നിധിയിൽ നേരുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അത്ഭുതകരമായിട്ട് ഹല്ലേലൂയ ആ ബസ് പോർട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ഇടയാക്കി തീർത്തു. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ ഏകദേശം 70,000 രൂപയ്ക്ക് ആ ഹല്ലേലൂയ ടൊയോട്ടയുടെ ഒരു ബസ് ഞങ്ങൾക്ക് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ലഭിക്കുവാൻ ഓസ്ട്രേലിയയിൽ നിന്ന് ദൈവം തരുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ ആ കുഞ്ഞുങ്ങൾ അത് ഹല്ലേലൂയ അനേക വർഷങ്ങൾ ഉപയോഗിക്കാൻ ഇടയായി തീർന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്ത ഒരു അത്ഭുതം പറയട്ടെ. ദൈവത്തിന് സ്തോത്രം. 35 കുഞ്ഞുങ്ങളോളായപ്പോ ഞങ്ങൾക്ക് 97 ആയപ്പോ ദൈവം പറഞ്ഞു 97 ഓർഫനേജ് തുടങ്ങി 98 കാരണം ദൈവം പറഞ്ഞല്ലോ, എപ്പോ ദൈവം പറയൂ അപ്പൊ തുടങ്ങുവാൻ പറഞ്ഞു. 98 ദൈവം പറഞ്ഞു ബൈബിൾ കോളേജ് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഹാർവസ്റ്റ് മിഷൻ ബൈബിൾ കോളേജ് സ്റ്റാർട്ട് ചെയ്തു. അതിന്റെ അടുത്ത് തന്നെ ഒരു വാടകയ്ക്ക് ഒരു കെട്ടിടം ഒരു വീടെടുത്തിട്ട് അവിടെയാണ് ബൈബിൾ കോളേജ് സ്റ്റുഡൻസുമായിട്ട് ചെറിയ രീതിയിൽ തുടങ്ങിയത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇവിടെ കെട്ടിടം പണി ആരംഭിച്ചിട്ട് ഞങ്ങളുടെ കരങ്ങളിൽ സാമ്പത്തികം ഒന്നുമില്ല. അങ്ങനെ കെട്ടിടം ഒന്നും പൂർത്തീകരിക്കാൻ കഴിയാതെ പില്ലർ മാത്രം കെട്ടിയിട്ട് അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ കുഞ്ഞുങ്ങളെല്ലാം പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഞങ്ങൾക്ക് ഭവനം തരണമേ, ഞങ്ങൾക്ക് വേണ്ടി ഭവനം തരണമേ എന്ന്. ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ഓസ്ട്രേലിയയിലുള്ള ഒരു വ്യക്തിയോട് ദൈവത്തിന് സ്തോത്രം, അവര് ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. അവരോട് ദൈവം ഇടപെട്ടു. അവർക്ക് 128 കിലോയോളം വെയിറ്റ് ഉണ്ടായിരുന്നു. 28 വയസ്സുള്ളപ്പോ ആ സഹോദരിയോട് ദൈവം പറഞ്ഞു, റോസോ ഷാരോൺ ചിൽഡ്രൻസ് ഹോമിലെ കുഞ്ഞുങ്ങൾ അവർക്ക് വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നീ അവർക്ക് വേണ്ടി ഓടുക എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പർപ്പസിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ബീച്ചിലായിരുന്ന ആ സഹോദരിയോട് ദൈവം പറഞ്ഞു, ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നീ ലണ്ടൻ മാരത്തോൺ ഓടുവാൻ പറഞ്ഞു. ദൈവം വ്യക്തമായിട്ട് പറഞ്ഞത് കൊണ്ട് ആ സഹോദരി വളരെ കഷ്ടപ്പെട്ട് അതിനുവേണ്ടി തയ്യാറെടുക്കുകയും ലണ്ടൻ മാരത്തോൺ ഓടി അതിനുവേണ്ടി ഹല്ലേലൂയ രൂപ സമാഹരിച്ച് ദൈവത്തിന് സ്തോത്രം 40 ലക്ഷത്തോളം രൂപ അവരതിനെ റൈസ് ചെയ്ത് ഹല്ലേലൂയ സ്തോത്രം ഈ കെട്ടിടം പണിക്ക് വേണ്ടി ഹല്ലേലൂയ അവര് കടന്നു വന്ന് അതിനുവേണ്ടി സഹായിപ്പാൻ ഇടയായി തീർന്നു. അങ്ങനെയാണ് റോസോ ഷാരോൺ ചിൽഡ്രൻസ് ഹോമിലെ കുഞ്ഞുങ്ങൾക്ക് ഹല്ലേലൂയ അത്ഭുതകരമായി 2 നില അവർക്ക് വെച്ചു കൊടുക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി തീർത്തു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. ആ കെട്ടിടം പണി നടക്കുമ്പോൾ തന്നെ ഞങ്ങൾ സ്ട്രഗിൾ ചെയ്യുകയായിരുന്നു. ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു ദിവസം ആ ഒരു അത്ഭുതം കൂടെ ഞാൻ പറയട്ടെ. 35 പേരുണ്ട്. ഇവർക്കെല്ലാം ഭക്ഷണം ഒടിക്കണം. ആ സമയത്ത് കർത്താവിന്റെ ദാസന്റെ കരങ്ങളിൽ ഒന്നുമില്ലാത്ത അവസ്ഥ. കർത്താവിന്റെ ദാസന്റെ സഹോദരനാണ് ആ സമയം കുഞ്ഞുങ്ങൾ നോക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ചെന്നപ്പോൾ അന്ന് ചോറ് വയ്ക്കാൻ മാത്രമുണ്ട്, അരി മാത്രമുണ്ട്, വേറെ ഒന്നുമില്ല, പച്ചക്കറിയോ മീനോ ഒന്നുമില്ല. ആ സമയത്ത് എത്ര രൂപയുണ്ടെന്ന് ചോദിച്ചപ്പോ കർത്താവിന്റെ ദാസന്റെ ഒന്നുമില്ല. ആ സഹോദരന്റെ 50 രൂപയുണ്ടായിരുന്നു. അത് വാങ്ങിയിട്ട് കർത്താവെ ഇപ്രകാരം പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ സ്തോത്ര. 5 അപ്പവും 2 മീനും കൊണ്ട് 5000ങ്ങളെ പോഷിപ്പിച്ച ദൈവമേ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഹാരത്തിന് കർത്താവ് അത്ഭുതം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിച്ച് ഈ 50 രൂപ കരകളിൽ കൊടുത്ത് ആ മാർക്കറ്റിലേക്ക് വിടുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എത്ര രൂപയുണ്ടെങ്കിലാണ് ഇത്രയും പേർക്ക് ഭക്ഷണം ഒരുക്കുവാൻ കഴിയുന്നത്? 2 നേരത്തേക്ക് നമുക്കറിയാം ല്ലോ. എന്നാൽ ഈ 50 രൂപയുമായിട്ട് മാർക്കറ്റിലേക്ക് കടന്നുപോയി. ഹല്ലേലൂയ സ്തോത്രം. കടന്നുപോയപ്പോൾ ദൈവത്തിന് സ്തോത്രം. ആ മാർക്കറ്റിൽ ചെന്നപ്പോ തന്നെ മീൻ വിൽക്കുന്നവര് ഇങ്ങനെ വിളിക്കുകയാണ്. സഹോദരനെ വിളിച്ചിട്ട് പറയുകയാണ്, ഞങ്ങൾക്ക് ഇത് വിൽക്കാൻ പറ്റത്തില്ല, കൊണ്ടുപോയ്ക്കോ എന്ന് പറയുന്നു. അപ്പൊ എന്താണെന്ന് ചോദിച്ചപ്പോ പറയുകയാണ്, സിറ്റി മേയർ മരിക്കുവാൻ ഇടയായി തീർന്നു, ഞങ്ങൾ ഇന്ന് മാർക്കറ്റ് ഷട്ട് ഡൗൺ ചെയ്യുകയാണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോ ആ സഹോദരന് വളരെ അത്ഭുതം
അത്ഭുതം തോന്നി. കാരണം എനിക്ക് ഇത്രയും രൂപയൊന്നുമില്ല ഇത്രയും മീൻ എടുക്കുവാനെന്ന് പറഞ്ഞു. അതിന് കുഴപ്പം, നിങ്ങളുടെ കയ്യിലുള്ളത് തരാൻ പറഞ്ഞു. അപ്പൊ 25 രൂപ മതിയോ എന്ന് ചോദിച്ചു. 25 രൂപ കൊടുത്തു. ഏകദേശം 200 മീനിൽ കൂടുതലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇത്രയുമുള്ള അയലമീന്, വലിയ അയലമീന് നോക്കി അദ്ദേഹം ഇങ്ങനെ അതിൽ തട്ടിക്കൊടുക്കുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അത് വാങ്ങിച്ച് അടുത്ത വെജി മാർക്കറ്റിലും കടന്നുപോയി. അവിടെയും ഇതുപോലെ തന്നെയാണ്. ഒരു ചാക്ക് നിറയെ വെജിറ്റബിൾ ലഭിക്കാൻ ഇടയായി തീർന്നു. ബാക്കി 25 രൂപയ്ക്ക്. അങ്ങനെ ഈ 50 രൂപയ്ക്ക് 200-ലധികം മീനും ഹല്ലേലൂയ സ്തോത്രം വലിയ ഒരു ചാക്ക് നിറയെ വെജിറ്റബിളുമായിട്ട് കർത്താവിന്റെ ദാസൻ കടന്നു വരുവാൻ ഇടയായി തീർന്നു. അന്ന് ദൈവത്തിന് സ്തോത്രം. കുഞ്ഞുങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾക്ക് അടുത്ത പ്രൊവിഷൻ ദൈവം തരുന്നത് വരെ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന ആഹാരം എല്ലാ ദിവസങ്ങളിലും ദൈവം അതിൽ നിന്ന് പോഷിപ്പിക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ സ്തോത്രം. ദൈവം അത്ഭുതകരമായിട്ട് നടത്തി. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തില് കർത്താവിനെ പൂർണ്ണമായിട്ട് ആശ്രയിക്കുവാൻ ദൈവം പഠിപ്പിക്കുവാൻ ഇടയായി തീർന്നു. ഓരോ നിമിഷവും കർത്താവിൽ ആശ്രയിപ്പാൻ ഇടയായി തീർന്നു. ആ കുഞ്ഞുങ്ങളൊക്കെ വിശ്വാസത്തിൽ വളർന്നു. അവരുടെ പ്രാർത്ഥനയ്ക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള മറുപടികൾ ലഭിക്കുവാൻ ഇടയായി തീർന്നു. കുഞ്ഞുങ്ങൾ ആ ഭവനത്തിൽ വസിച്ചപ്പോൾ അവര് ഹല്ലേലൂയ രാജാവിന്റെ മക്കളായിട്ട് തന്നെയാണ് അവിടെ വസിപ്പാൻ ഇടയായി തീർന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവരിൽ പലരും പാസ്റ്റേഴ്സ് ആയി തീർന്നു. കർത്താവിന്റെ വേലയിലായി തീർന്നു. നേഴ്സുമാരായിട്ട് മറ്റു ജോലികളിലും ഒക്കെ അവരെല്ലാവരെയും ദൈവം മാനിക്കുവാൻ ഇടയായി തീർന്നു. കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ സ്തോത്രം. ഒരു സമയത്ത് 69 കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നപ്പോ വളരെയധികം ഭാരപ്പെട്ടു. ഹല്ലേലൂയ സാമ്പത്തികമായിട്ടൊക്കെ ആ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുക. എങ്കിലും ഹല്ലേലൂയ ദൈവം എല്ലാം പോറ്റി പുലർത്തി. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ 2018 വരെ ഞങ്ങൾ ഓർഫനേജ് നടത്തുവാനിടയായി തീർന്നു. ഇന്നും ദുഃഖമുണ്ട്. കാരണം ഹല്ലേലൂയ കേന്ദ്ര ഗവൺമെന്റിന്റെ ചില നിയമങ്ങൾ വന്നപ്പോൾ ഓർഫനേജ് നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്ത നിയമങ്ങൾ കടന്നു വന്നപ്പോൾ ഹല്ലേലൂയ അന്ന് ഏകദേശം 600 ഓർഫനേജിൽ കൂടുതൽ കേരളത്തിൽ നിർത്തുവാനിടയായി തീർന്നു. അങ്ങനത്തെ അവസ്ഥയിൽ ഞങ്ങൾക്കും 2018 മാർച്ച് 31 വരെ മാത്രമേ ഓർഫനേജ് നടത്തിക്കൊണ്ടുപോകുവാൻ കഴിഞ്ഞുള്ളൂ. എങ്കിലും ആ കുഞ്ഞുങ്ങളെ ഒക്കെ സഹായിക്കുവാനും അവരെ വളർത്തിയെടുക്കുവാനും അവരെ ഉപരിപഠനത്തിനൊക്കെ ദൈവം ഇടയാക്കി തീർത്തു. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. അതിനുശേഷം 2000 ആയപ്പോ ചർച്ച് മിനിസ്ട്രികൾ തുടങ്ങുവാൻ പറഞ്ഞു. 99 ദൈവം ഞങ്ങളോട് പറഞ്ഞു ക്രിസ്ത്യൻ സ്കൂൾ തുടങ്ങുവാൻ പറഞ്ഞു. അങ്ങനെ ഹാർവസ്റ്റ് മിഷൻ സ്കൂൾ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. ഇന്ന് CBSE അംഗീകാരത്തോടെ 10ാം ക്ലാസ് വരെ നടത്തുന്ന ഒരു സ്കൂള് ദൈവികമായിട്ടുള്ള ഹല്ലേലൂയ സ്തോത്രം കാഴ്ചപ്പാടിൽ തുടങ്ങുവാനും ഇന്ന് അത്ഭുതകരമായിട്ട് ദൈവം ആ സ്കൂളിനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അവിടെയും കർത്താവിന്റെ കൃപയാൽ പ്രാർത്ഥന നടത്തുവാനും എല്ലാ ദിവസവും ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ആ ഒരു ആത്മീയ അന്തരീക്ഷത്തിൽ തന്നെ അതുപോലെ മാസത്തിലെ ആദ്യത്തെ ഫ്രൈഡേ കുഞ്ഞുങ്ങൾക്കെല്ലാം കടന്നു വന്ന് പ്രാർത്ഥിക്കുവാനുള്ള ഒരു അവസരം ഒരുക്കിയിട്ടുണ്ട്. ദൈവത്തെ അറിയാത്ത കുടുംബങ്ങളിൽ നിന്നും അനേക കുഞ്ഞുങ്ങൾ ഈ പ്രാർത്ഥനയ്ക്ക് കടന്നു വരുവാനെല്ലാം ദൈവം ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ മറ്റു പ്രവർത്തനങ്ങൾ ദൈവം തുടങ്ങുവാൻ പറഞ്ഞു. ഹല്ലേലൂയ 2017 ഞങ്ങൾ ഒരു ഹോസ്പിറ്റല് കർത്താവ് തുടങ്ങുവാൻ പറഞ്ഞു. അങ്ങനെ ഹല്ലേലൂയ ചെറിയ രീതിയിൽ ഒരു ഹോസ്പിറ്റല് ദൈവം ഹല്ലേലൂയ തുടങ്ങുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ആതുര സേവനങ്ങളിലൂടെയും ഭാരപ്പെടുന്ന അനേകർക്ക് കർത്താവ് ഭക്ഷണം ഒരുക്കി കൊടുക്കുവാനും ഒക്കെ കർത്താവ് ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവമാണ് ഞങ്ങളോട് പറഞ്ഞത്, ഞങ്ങൾ അത് അനുസരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ദൈവമാണ് ഞങ്ങളുടെ പ്രൊവൈഡർ. ഇന്ന് വരെയും ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നു. പൂർണ്ണമായി ദൈവത്തിൽ വിശ്വസിക്കുന്നു. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. വളരെ പ്രതികൂലങ്ങളുണ്ട്. ഹല്ലേലൂയ. 2010 ഞങ്ങളുടെ ഭവനം 2 പ്രാവശ്യം തീക്ക് ഇരയാക്കി തീർക്കുവാൻ ഇടയായി തീർന്നു. ഞങ്ങളുടെ 2 പ്രാവശ്യം വീട്ടിനകത്ത് തീയിട്ട് നശിപ്പിക്കുവാൻ ശ്രമിക്കുകയുണ്ടായി. ഞങ്ങളുടെ ഹല്ലേലൂയ 2 മുറികളിൽ തീ കത്തുവാൻ ഇടയായി തീർന്നു. വളരെയധികം പ്രതികൂലത്തിലൂടെ ക്രിസ്തു വിരോധികൾ തീയിടുകയായിരുന്നു. ഞങ്ങളുടെ ഹാർവസ്റ്റില് കൺവെൻഷൻ എല്ലാ വർഷവും ജാനുവരിയിൽ നടത്തുന്ന സമയത്ത് കൺവെൻഷൻ
നടക്കുന്ന അതേ ദിവസം ആ സമയത്ത് ഞങ്ങളുടെ ഭവനത്തിന് തീയിടുവാൻ ഇടയായി തീർന്നു. എങ്കിലും അടുത്ത ഞങ്ങളുടെ ഭവനം അന്ന് 20 കിലോമീറ്റർ അകലെയാണ് ഈ മിഷൻ കോമ്പൗണ്ടിൽ നിന്ന്. കാരണം എന്റെ പപ്പ രക്ഷിക്കപ്പെട്ട് കടന്നു വന്നപ്പോൾ പപ്പ ഇങ്ങനെ പറഞ്ഞു, എന്റെ മകൾക്ക് വേണ്ടി ഞാൻ ഒരു ഭവനം ഉണ്ടാക്കി തരും. അങ്ങനെ എന്റെ പിതാവിന്റെ ഭവനത്തോട് ചേർന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഭവനം ഒരുക്കി തന്നിരുന്നത്. ആ വീട്ടിലാണ് തീയിടുവാൻ ഇടയായി തീർന്നതെങ്കിലും ദൈവത്തിന് സ്തോത്രം, വളരെ പ്രതികൂലത്തിലൂടെ ഞങ്ങൾ 2010 മുതൽ 2013 വരെ കടന്നുപോയി. ഇന്നത്തെ കാലമൊക്കെ ആണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള നടപടികളൊക്കെ എടുക്കുമായിരിക്കും. പക്ഷെ അന്ന് ഹല്ലേലൂയ ഞങ്ങളെ കൊല്ലുമെന്നുള്ള ഭീഷണി കത്തുകളും ഒക്കെ വന്നപ്പോൾ ഹല്ലേലൂയ ഈ സ്ഥാപനമെല്ലാം അടച്ചു പൂട്ടണമെന്നുള്ള ഭീഷണി കത്തുകളും ഞങ്ങളെ കൊന്നുകളയുമെന്നുള്ള ഭീഷണി കത്തുകളും ഒക്കെ ലഭിച്ചു. അതെല്ലാം പോലീസിലേക്ക് അറിയിച്ചപ്പോൾ ഹല്ലേലൂയ സ്തോത്രം, അവർക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറയുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്ര. എങ്കിലും ഞങ്ങൾ ആ പ്രതികൂലത്തിന്റെ നടുവിലും ഞങ്ങൾ 3 വർഷത്തോളം ആ ഭവനത്തിൽ തന്നെ പാർക്കുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്ര. കർത്താവിന്റെ വേലയിൽ ഒന്നും കുറവ് വയ്ക്കുവാൻ ഇടയായില്ല. ദൈവത്തിന് സ്തോത്ര. ദൈവം ഞങ്ങളെ അത്ഭുതകരമായിട്ട് നടത്തി. 3 വർഷം കഴിഞ്ഞ ശേഷം ഞങ്ങളുടെ സ്കൂളിന്റെ ഡെവലപ്മെന്റിന് സാമ്പത്തികമായിട്ട് വളരെ ആവശ്യങ്ങൾ വന്നപ്പോൾ ഞങ്ങളുടെ ഭവനം വിൽക്കുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്ര. ഹല്ലേലൂയ സ്തോത്രം. കർത്താവിന് വേണ്ടി നമ്മളായിരിക്കുമ്പോൾ നമ്മൾ കഷ്ടതയിലൂടെ പ്രതികൂലത്തിലൂടെ ഒക്കെ കടന്നു പോകുമെങ്കിലും ദൈവം നമ്മളെ കൈവിടത്തില്ല എന്ന് രുചിച്ചറിയുവാൻ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഇടയാക്കി. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ദൈവം ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്തു. അത്ഭുതകരമായിട്ട് ഞങ്ങളെ വിടുവിച്ചു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ കർത്താവിന്റെ കൃപയാൽ ഞങ്ങൾ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. പ്രിയമുള്ളവരെ, ഇതിന്റെ ഇടയിലും ഞങ്ങള് ദൈവത്തിന് സ്തോത്ര അനവധി പേരെ കർത്താവിലേക്ക് നയിപ്പാൻ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് കൃപ നൽകി. ദൈവത്തിന് സ്തോത്ര. ഞങ്ങളുടെ മക്കളെ കർത്താവ് വളർത്തി. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ മകൾക്ക് വളരെ ചെറുപ്പത്തിലെ ഈ ഓർഫനേജിൽ കുഞ്ഞുങ്ങൾ വളരുമ്പോഴേ അവരുടെ ആഗ്രഹമായിരുന്നു എനിക്കൊരു മിഷണറി ഡോക്ടർ ആകണം എന്ന്. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ അതിനുള്ള സാമ്പത്തികമൊന്നും ഞങ്ങൾക്ക് അത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് അതിനുള്ള സാമ്പത്തികം ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ അവള് ലോൺ എടുത്ത് അതിനെ പഠിപ്പിക്കാമെന്ന് വിചാരിച്ച് ലോൺ എടുക്കുവാൻ കടന്നുപോയപ്പോ കർത്താവിന്റെ ദാസനോട് ബാങ്കിൽ ഇരുന്നപ്പോ തന്നെ ദൈവം പറഞ്ഞു, നീ എന്തിനിവിടെ ആയിരിക്കുന്നു, ബാങ്കിൽ നിന്ന് പുറത്തിറങ്ങുവാൻ പറഞ്ഞു, നീ ലോൺ എടുക്കേണ്ട വ്യക്തിയല്ല എന്ന് പറഞ്ഞ ആ സമയത്ത് ബാങ്കിൽ നിന്ന് വെളിയിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞ് അങ്ങനെ പുറത്തു കൊണ്ടുവന്ന് ഞാൻ ഞെട്ടിപ്പോയി. കർത്താവെ, എങ്ങനെയാണ് ലോണും ഒന്നുമില്ലാതെ സാമ്പത്തികമില്ലാതെ കുഞ്ഞിനെ പഠിപ്പിക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ദൈവം അത്ഭുതകരമായിട്ട് ഹല്ലേലൂയ MBBS പൂർത്തീകരിപ്പാൻ ഒരു ലോണും ഇല്ലാതെ ദൈവം അത്ഭുതകരമായിട്ട് അവൾക്ക് വേണ്ടി കരുതുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്ര. ഇന്ന് അവൾ ഒരു ഡോക്ടറായിട്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിന് സ്തോത്ര. അതുപോലെ അവളുടെ വിവാഹത്തിന് വേണ്ടി ശക്തമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ദൈവം പറഞ്ഞതുപോലെ ദൈവം അവൾക്ക് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട ഒരു ഡോക്ടറെ തന്നെ ഒരുക്കുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അവർ കർത്താവിന്റെ വേലയിലുമായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളെ അങ്ങനെ കുടുംബമായി കർത്താവ് പരിപാലിക്കുന്നു. ദൈവത്തിന് സ്തോത്ര. പ്രവർത്തനങ്ങളെയൊക്കെ കർത്താവ് ഏറ്റെടുത്ത് നടത്തുന്നു. വടക്കേ ഇന്ത്യയിൽ അനേക പ്രവർത്തനങ്ങൾ തുടങ്ങുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. പല സ്റ്റേറ്റുകളിലും കർത്താവിന് വേണ്ടി കടന്നു പോകുവാനും ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി പ്രവർത്തിപ്പാനും ഇടയായി തീർന്നു. ഞങ്ങളുടെ ബൈബിൾ കോളേജിലെ സ്റ്റുഡൻസിനെ ഏഷ്യ തിയോളജിക്കൽ അസോസിയേഷന്റെ അംഗീകാരമുള്ള കോളേജാണ്. അവിടെ നിന്നും ട്രെയിൻ ചെയ്ത് കർത്താവിന് വേണ്ടി വടക്കേ ഇന്ത്യയിൽ അനേക കുഞ്ഞുങ്ങളെ അയപ്പാനിടയായി തീർന്നു. ഇന്ന് അവര് കർത്താവിന് വേണ്ടി ശക്തമായി പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. അനേക സഭകളെ കർത്താവ് എഴുന്നേൽപ്പിപ്പാൻ ഇടയായി തീർന്നു. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് ഹല്ലേലൂയ കോവിഡിന്റെ വാക്സിൻ എടുത്തതിന് ശേഷം എനിക്ക് വളരെയധികം ബുദ്ധിമുട്ട് എന്റെ ശരീരത്തിൽ ഉണ്ടായി. എനിക്ക് അറിയത്തില്ലായിരുന്നു അത് ഇതിന്റെ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കുന്നു എന്ന്. ഞങ്ങൾക്ക് അത് കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞില്ല. വളരെ ബുദ്ധിമുട്ടുണ്ടായി. എന്റെ മകളുടെ വിവാഹത്തിന്റെ തലേ ദിവസം എനിക്ക് വളരെയധികം വോമിറ്റിങ്ങും വളരെ പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായി. അതിനു മുമ്പ് തന്നെ എനിക്ക് വയ്യായിരുന്നു. എങ്കിലും ദൈവത്തിന്റെ ആത്മാവ് ഒരു ദിവസം പ്രാർത്ഥിച്ചപ്പോ ദൈവത്തിന്റെ ആത്മാവ് ഒരു ദൈവദാസനിലൂടെ ഞങ്ങൾ കുഞ്ഞിന്റെ വിവാഹത്തിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് വിവാഹ ശുശ്രൂഷയൊക്കെ അനുഗ്രഹത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥന വെച്ചതാണ്. ആ സമയത്ത് അതിന് ദൈവദാസനിലൂടെ അറിയിപ്പുണ്ടായി. ഇങ്ങനെ ദൈവാത്മാവ് അറിയിച്ചു, ചില ദിവസങ്ങൾ ഹോസ്പിറ്റലായിരിക്കുന്നത് കാണിക്കുന്നുവെന്ന്. എന്നിട്ട് ആ ദൈവദാസൻ പറഞ്ഞു, ചിലപ്പോൾ ദൈവം നമുക്ക് കാണിച്ചു തരുന്നത് അതിന് നീക്കുപോക്ക് ദൈവത്തിന് തരുവാൻ
ചെയ്യുവാൻ കഴിയും. ചിലപ്പോൾ ദൈവം അതിലൂടെ നമ്മളെ കടത്തി വിടുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടായിരിക്കും. അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്തായാലും പ്രാർത്ഥിച്ചു. വിവാഹത്തിന് ഒരു ദിവസം മുമ്പ് വളരെയധികം എനിക്ക് അസ്വസ്ഥത ഉണ്ടായി. ദൈവത്തിന് സ്തോത്രം. വിവാഹം അന്ന് 2022 വിവാഹം ജൂൺ മാസം 6-ാം തീയതി മനോഹരമായ അനുഗ്രഹമായിട്ട് നടക്കുവാൻ ഇടയായിത്തീർന്നു. വിവാഹ ശുശ്രൂഷയിൽ എനിക്ക് നടക്കുവാനൊന്നും കഴിഞ്ഞില്ല. എന്നെ വീൽ ചെയറിൽ ഇരുത്തിയിരിക്കുകയായിരുന്നു. അത്രയേറെ എൻ്റെ വളരെയധികം ശാരീരികമായിട്ട് ബലഹീനമായി തീർന്നു. ആ സമയത്ത് എനിക്ക് ഓർമ്മയും നഷ്ടപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് വന്നു. എന്തായിരുന്നാലും ആ വിവാഹ ശുശ്രൂഷ കഴിഞ്ഞ ശേഷം എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അന്ന് രാത്രിയായപ്പോൾ ഡോക്ടർ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, നിങ്ങളുടെ വൈഫിന് ഒരു ഹോപ്പുമില്ല, ഏത് നിമിഷം വേണോ മരിക്കാമെന്ന് പറഞ്ഞു. കാരണം എൻ്റെ ബ്ലഡ് ഒത്തിരി തിക്നെസ് കൂടിയിട്ട്, ബ്ലഡ് തിക്കായിട്ട് അത് ബ്രെയിനില് ക്ലോട്ട് ആയി പോയി. വളരെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലാണ്, ബ്ലീഡിങ്ങും ഉണ്ട് എന്ന് പറയുവാൻ ഇടയായി തീർന്നു. അങ്ങനെ മരണാവസ്ഥയിലാണെന്ന് പറഞ്ഞപ്പോ ഹല്ലേലൂയ, ഒരു ഹോപ്പുമില്ല എന്നാണ് പറഞ്ഞത്. പെട്ടെന്ന് തന്നെ കർത്താവിന്റെ ദാസൻ ഇപ്രകാരം ആ ഡോക്ടറോട് പറയുവാൻ ഇടയായി തീർന്നു, ഡോക്ടർ നിങ്ങൾക്ക് ചെയ്യുവാൻ പറ്റുന്നതെല്ലാം ചെയ്യാ, എന്റെ വൈഫിന് ഒരു കുഴപ്പവും വരത്തില്ല എന്ന് പറയാം. അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി. കാരണം എന്തുകൊണ്ടാണ് എന്റെ ഹസ്ബൻഡ് അങ്ങനെ പറയുവാൻ ഇടയായി തീർന്നതെന്ന് പറഞ്ഞത്. ഹല്ലേലൂയ, എന്റെ വൈഫിന് ഒത്തിരി വാഗ്ദത്തങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ആ വാഗ്ദത്തമെല്ലാം ദൈവം നിവർത്തിച്ചിട്ടേ അവരുടെ ജീവൻ കാണാൻ പോകത്തുള്ളൂ. അതുകൊണ്ട് അവക്കൊന്നും സംഭവിക്കത്തില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്ന് കർത്തദാസൻ പറയുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, എനിക്ക് ഓർമ്മയില്ല, കാരണം ഓർമ്മയുടെ ഭാഗത്താണ് ഈ ക്ലോട്ട് വന്നത്. അങ്ങനെ ഓർമ്മയൊന്നുമില്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ദൈവം അത്ഭുതകരമായിട്ട് ഹല്ലേലൂയ. 2-ാമത്തെ ദിവസം എന്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു, ദൈവത്തിന്റെ കരം കൂടെ ഉണ്ട്, ഇത്രയും ഒരു ഫാസ്റ്റ് റിക്കവറി ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറയുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്ര. അത്ഭുതകരമായിട്ട് ദൈവം എനിക്ക് ICU യൂണിറ്റിലായിരുന്നപ്പോ തന്നെ ദൈവം എനിക്ക് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഞാൻ അറിയുവാൻ ഇടയായി തീർന്നു. കർത്താവ് പറഞ്ഞല്ലോ ഞാൻ ഹോസ്പിറ്റലിലാകുമെന്ന്. അതുകൊണ്ട് ഞാൻ ആദ്യം കണ്ണു തുറന്നപ്പോ തന്നെ യേശുപ്പ് പറഞ്ഞല്ലോ ഞാൻ ആശുപത്രിയിലാകുന്നത്. എന്റെ യേശുപ്പ് അറിഞ്ഞിട്ടാണല്ലോ ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. എനിക്ക് യേശുപ്പന്റെ സാന്നിധ്യം അറിയുവാൻ ഇടയായി തീർന്നു. അതിനുശേഷം എന്റെ ദൈവം പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ദൈവാത്മാവ് പറഞ്ഞ അടുത്തൊക്കെ കിടക്കുന്നവർ ഇങ്ങനെ മരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ എന്റെ വലതുവശത്ത് ഒരു വ്യക്തിയുണ്ട്. പെട്ടെന്ന് ദൈവാത്മാവ് പറഞ്ഞു, ഈ വ്യക്തിയോട് യേശുവോട് പ്രാർത്ഥിക്കുവാൻ പറയാൻ പറഞ്ഞു. എനിക്കറിയത്തില്ല, എന്റെ ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ടാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഇങ്ങനെ ഈ പറഞ്ഞു തന്നതുപോലെ ഞാൻ ഇങ്ങനെ പറയുകയാണ് അദ്ദേഹത്തോട്, യേശുവോട് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. സാർ യേശുവോട് പ്രാർത്ഥിച്ചാൽ മതി, സാറിനൊന്നും സംഭവിക്കത്തില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ രക്ഷപ്പെടുത്തില്ല. ഞാൻ പറഞ്ഞു, ഇല്ല സാറിനൊന്നും സംഭവിക്കത്തില്ല, യേശുവോട് പ്രാർത്ഥിക്കും. ഇത്രയും ഞാൻ പറഞ്ഞു. പിന്നീട് എനിക്ക് ഓർമ്മ നഷ്ടമായതോ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഇങ്ങനെ കേൾക്കുകയാണ്, പക്ഷെ യേശുവേ യേശുവേ എന്ന് വിളിക്കുന്ന ശബ്ദം കേൾക്കാം. 3-ാമത്തെ ദിവസം വീണ്ടും ദൈവാത്മാവ് പറഞ്ഞു അദ്ദേഹത്തോട് പറയുവാൻ. അപ്പൊ ഞാൻ വിചാരിച്ച അദ്ദേഹം മരിക്കും. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാർ യേശുവോട് പ്രാർത്ഥിക്കുക, യേശു സൗഖ്യം തരും. അദ്ദേഹം ഉറക്കെ യേശുവേ യേശുവേ എന്ന് വിളിക്കുകയാണ്. ഞാൻ വിളിച്ചത് എന്ത് നല്ലൊരു ക്രിസ്ത്യാനിയാണല്ലോ എന്നിങ്ങനെ വിചാരിക്കുകയായിരുന്നു. ആ സമയത്ത് ഹല്ലേലൂയ സ്തോത്ര അദ്ദേഹം പതുക്കെ പറയുവാൻ ഇടയായി തീർന്നു, ഞാൻ ഇന്ന ക്ഷേത്രത്തിലെ പൂജാരിയാണ്. തിരുവനന്തപുരത്തെ ഏറ്റവും പേരുകേട്ട ഒരു അമ്പലമാണ്. ആ അമ്പലത്തിലെ പൂജാരിയാണ്. ഞാൻ ഇങ്ങനെ പൂജയൊക്കെ ചെയ്ത് എല്ലാം അതിന്റെ ഡസ്റ്റുകളും ഒക്കെ എനിക്ക് ക്യാൻസർ ആണ്, ഞാൻ ഇനി രക്ഷപ്പെടത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല സാറേ, യേശു സൗഖ്യമാക്കുമെന്ന് പറയുവാൻ ഇടയായി തീർന്നു. അദ്ദേഹം വീണ്ടും യേശുവേ യേശുവേ എന്ന് വിളിക്കുവാൻ ഇടയായി തീർന്നു. 4-ാം ദിവസം ഹല്ലേലൂയ വൈകുന്നേരമായപ്പോൾ ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ് വന്നിട്ട് ഹല്ലേലൂയ അദ്ദേഹത്തോട് സന്തോഷത്തോടെ അവർ സംസാരിക്കുകയാണ്. നിങ്ങൾ പേടിക്കുന്നത് ഒന്നുമില്ല, നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു റിപ്പോർട്ടല്ല കിട്ടിയിരിക്കുന്നത്, സന്തോഷിക്കുകയാണ് വേണ്ടത്, ഞാൻ നിങ്ങളെ റൂമിലേക്ക് ആക്കുകയാണെന്ന് പറയുവാൻ ഇടയായി തീർന്നു. അദ്ദേഹത്തെ ICU യൂണിറ്റിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് സന്തോഷത്തോടെ അദ്ദേഹം പോകുവാൻ ഇടയായി തീർന്നു. 10
10 മിനിറ്റ് കഴിഞ്ഞപ്പോ എന്റെയും ഡോക്ടർ വന്നിട്ട് എന്നെയും ഡിസ്ചാർജ് ചെയ്ത് ആ റൂമിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്ര. പ്രിയമുള്ളവരെ, അത്ഭുതകരമായിട്ട് എന്റെ ദൈവം എന്നെ വിടുവിച്ചു. അനേക ദൈവമക്കൾ പ്രാർത്ഥിച്ചു, എന്തുകൊണ്ടാണ് എന്റെ കുഞ്ഞിന്റെ വിവാഹ ദിവസം ഇങ്ങനെ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ദൈവം പറഞ്ഞു തന്നത്. ഹല്ലേലൂയ, സ്തോത്ര. പ്രിയമുള്ളവരെ, സ്തോത്ര. ആ കോവിഡ് സമയമൊക്കെ ആയിരുന്നല്ലോ, അനേകർ ഓൺലൈനിൽ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് സുഖമില്ല എന്ന് അറിഞ്ഞത് മുതൽ അനേകര് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. മറ്റു രാജ്യങ്ങളിലുള്ളവരും ഒക്കെ അനേകര് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, അനേകര് ദൈവസന്നിധിയിൽ കരയുവാൻ തുടങ്ങി. അനേകരുടെ പ്രാർത്ഥന ഹല്ലേലൂയ ഒരു കോട്ടയായിരുന്നു. ദൈവത്തിന് സ്തോത്ര. ഹല്ലേലൂയ. ആ ദിവസമല്ല, വേറൊരു ദിവസമാണ് എനിക്ക് ഇങ്ങനെ സംഭവിച്ചെങ്കിൽ ആ ഒരു തക്ക സമയത്ത് എനിക്ക് പ്രാർത്ഥന ലഭിക്കത്തില്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം അത്ഭുതകരമായിട്ട് താങ്ങുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. വിവാഹ ശുശ്രൂഷ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയത്. അതുകൊണ്ട് എനിക്ക് കാണുവാൻ ഇടയായി തീർന്നുകൊണ്ട് ആ സന്തോഷമുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, അത്ഭുതകരമായിട്ട് എനിക്ക് ആ ഓർമ്മ നഷ്ടപ്പെട്ടെങ്കിൽ അത്ഭുതകരമായിട്ട് ദൈവം എനിക്ക് ഓർമ്മയെ മടക്കി തരുവാൻ ഇടയായി തീർന്നു. അനേകരുടെ പ്രാർത്ഥന യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ എനിക്ക് എന്റെ ദൈവം നല്ല ആരോഗ്യം തരുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവം എന്നോട് ഇടപെട്ടു. മകളെ, അനേകർ വേണ്ടി പ്രാർത്ഥിച്ചു. അതുകൊണ്ട് നീ ഹാർവസ്റ്റ് പ്രയർ ലൈൻ തുടങ്ങുവാൻ പറഞ്ഞു. അങ്ങനെ 2022 ഫെബ്രുവരിയിൽ ഹാർവസ്റ്റ് പ്രയർ ലൈൻ തുടങ്ങുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അനേകർക്ക് അതൊരു അനുഗ്രഹമായി തീർന്നുകൊണ്ടിരിക്കുന്നു. അനേകര് മരണാവസ്ഥയിലിരിക്കുന്ന അനേകർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും ദൈവം വിടുവിപ്പാനും ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതെല്ലാം ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞ സങ്കീർത്തനം 118:5 പറയുന്നത് പോലെ, ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. ഹല്ലേലൂയ. യഹോവ ഉത്തരമരുളി എന്നെ വിശാല സ്ഥലത്താക്കി. മരണാവസ്ഥയിൽ നിന്ന് കർത്താവിനെ വിടുവിച്ചു. ഹല്ലേലൂയ, സ്തോത്ര. കർത്താവിന് വേണ്ടി ഹല്ലേലൂയ ഹല്ലേലൂയ കത്തുവാൻ തക്കവണ്ണം ഞങ്ങളെ കുടുംബമായിട്ട് ദൈവസന്നിധി സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഞങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ ഹല്ലേലൂയ, സ്തോത്രം. ഇത്രയും സമയം ഹല്ലേലൂയ ഒരു സാക്ഷിയായിരിക്കാനും എന്റെ സാക്ഷ്യം ഈ ജോയ്സ് ടിവിയിലൂടെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രസ്താവിപ്പാനും ദൈവം ഇടയാക്കിയതിനോർത്ത് നന്ദി ദൈവത്തിന് കരയറ്റുകയും അതിനുവേണ്ടി ഹല്ലേലൂയ റൈച്ചസ് സിസ്റ്റർ ദൈവം ഒരുക്കിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം നിങ്ങളുടെ ശുശ്രൂഷയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ആമേൻ.